അനന്തുകൃഷ്ണന്റെ തട്ടിപ്പിന്റെ വലിയ ശൃംഖലയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ നമ്മൾ പോലും ഞെട്ടിയിരിക്കുകയാണ്. സൗജന്യവും ഓഫറുമൊക്കെ കേട്ടാൽ ആരും പെട്ടുപോകുന്നൊരു കാലമാണ്. തട്ടിപ്പിൽപ്പെട്ടാൽ പുറത്തു പറയാത്തവരുമുണ്ട്. അനന്തുകൃഷ്ണനെതിരെ കൂടുതൽ കേസുകൾ പുറത്തുവരുമ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കും വ്യക്തമാവുകയാണ്. ലാലി വിൻസെന്റിന് കുരുക്ക് മുറുകുമ്പോൾ NGO കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദകുമാറിന് ഒളിക്കാൻ എന്താണുള്ളത് എന്ന ചോദ്യവും എത്തുന്നു. തട്ടിപ്പിന്റെ വലിയ കഥ തുടരുകയാണ്. നമുക്കിപ്പം അർജുൻ മട്ടന്നൂരും ജെയ്സൺ ചാമവളപ്പിലും അർജുൻ കല്യാടും ലേബി സജീന്ദ്രനും TV പ്രസാദും റോഷിപാലും VS സഞ്ജിത്തും സന്ദീപ് രാജാക്കാടും സൈഫ് ന്യൂസാലിയാരും തത്സമയം ചേരുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ആദ്യം പോകുന്നത് അർജുൻ മട്ടന്നൂരിലേക്കാണ്. അനന്തുകൃഷ്ണന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടി ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ 3 വാഹനങ്ങൾ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. 1000 കോടിയുടെ തട്ടിപ്പിൽ പണം എവിടെ നിക്ഷേപിച്ചെന്നും കൂടുതൽ പ്രതികളുണ്ടോ എന്നും പരിശോധിക്കുകയാണ് പോലീസ്. പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് മൂവാറ്റുപുഴ കോടതി പരിഗണിക്കും. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഇന്നിപ്പോൾ പോലീസ് ഒക്കെ നടപടികളിലേക്ക് കടക്കുമ്പോൾ ED അടക്കം ഈ കേസിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. ഇതിൽ ആദ്യ നടപടി എന്ന നിലയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലടച്ചു, റിമാൻഡ് ചെയ്തു. ഇപ്പോൾ മറ്റുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇതാ സ്വത്തുവകകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണോ പോലീസ്? അർജുൻ, ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അനന്തുകൃഷ്ണൻ അറസ്റ്റിലായി 4 ദിവസം പിന്നിടുന്നു. അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് മൂവാറ്റുപുഴ കോടതി പരിഗണിക്കുകയാണ്. എന്തായാലും 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പോലീസിന് അറിയേണ്ടത് ഇതിൽ കൂട്ടുപ്രതികളുണ്ടോ, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ കണ്ടെത്തിയ പണം എവിടെ നിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ്. നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ കൂടുതലും ഭൂമി നിക്ഷേപമായി ഇത്തരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ തന്നെ തൊടുപുഴ, കുടയത്തൂർ, കൊളപ്രയിൽ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ പുതിയ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇയാൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മുട്ടം, 7 മൈൽ, ശങ്കരപ്പള്ളി, പാല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങാൻ വേണ്ടി കരാർ എഴുതാനിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു ടർഫ് നിർമ്മിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു. കൊച്ചിയിൽ ഫ്ളാറ്റുകൾ ഉൾപ്പെടെയുണ്ട്. ഇത്തരത്തിൽ വിവിധയിടങ്ങളിൽ ഭൂമിയും അതോടൊപ്പം തന്നെ മറ്റ് സ്വത്തുവകകളുമായി ഇയാൾ ഈ തട്ടിപ്പിലൂടെ സ്വരൂപിച്ച പണം സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ 3 വാഹനങ്ങളാണ് മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ സ്വന്തം പേരിലുള്ള ഒരു ഇന്നോവ ക്രിസ്റ്റ ഉൾപ്പെടെയുള്ള 3 വാഹനങ്ങൾ കണ്ടെത്തി. ഈ കാര്യങ്ങളടക്കം ഇന്ന് കോടതി അറിയിക്കുകയും ചെയ്യും. എന്തായാലും പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നത് ഇതിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഈ ട്രസ്റ്റിൽ ഉണ്ടായിരുന്ന മറ്റ് അംഗങ്ങൾക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വിശദമായി തന്നെ അനന്തുകൃഷ്ണൻ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുന്നത്. അരുൺകുമാർ, ഇതിലൊരു കൗതുകകരമായ കാര്യം ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് അർജുൻ, ഇയാൾ ഒരു CSR ഫണ്ടും ഉപയോഗിച്ചിട്ടില്ല എന്ന രീതിയിലാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആദ്യം പണം കൊടുക്കുന്നവരുടെ പൈസ ഉപയോഗിച്ച് കുറച്ച് വണ്ടികൾ വാങ്ങിച്ചു കൊടുക്കുന്നു. വീണ്ടും വരുന്ന പണങ്ങൾ തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ചെലവഴിക്കുന്നു. ഒരുപാട് സ്വത്തുക്കളൊക്കെ ഇയാൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടല്ലേ അർജുൻ? അരുൺകുമാർ, ആദ്യഘട്ടത്തിൽ ഗൃഹോപകരണങ്ങൾ അതോടൊപ്പം കാർഷിക ഉപകരണങ്ങളൊക്കെ ആയിരുന്നു ഇയാൾ ഇത്തരത്തിൽ സാധാരണക്കാർക്ക് പകുതി വിലക്ക് നൽകാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. കൂടുതൽ വ്യാപകമായി തന്നെ ഇയാൾക്ക് തട്ടിപ്പ് നടത്താൻ സാധിക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ തയ്യൽ മെഷീൻ, അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ്, പിന്നാലെ സ്കൂട്ടർ തുടങ്ങിയ പുതിയ ഓഫറുകൾ ഇയാൾ ഈ സാധാരണക്കാർക്ക് മുമ്പിൽ വെച്ചത്. അത്തരത്തിൽ പകുതി പണം മാത്രം നൽകിയാൽ ഇവയൊക്കെ തന്നെ വാങ്ങി നൽകാം എന്നതായിരുന്നു വാഗ്ദാനം. ഇതിന് ഇയാൾ പ്രധാനമായും പറഞ്ഞിരുന്നത് വലിയ ബഹുരാഷ്ട്ര കമ്പനികളുടെ CSR ഫണ്ടിൽ നിന്നും അത്തരമൊരു പദ്ധതിയിലൂടെ തങ്ങൾക്ക് ഇത് നൽകാൻ കഴിയും എന്നുള്ളതാണ്. ഇതിൽ നേരിട്ട് ഈ പറയുന്ന അനന്തുകൃഷ്ണനെതിരെയുള്ള ആരോപണങ്ങൾ വരാതിരിക്കാൻ വേണ്ടി തന്നെ എല്ലായിടത്തും കൃത്യമായി ഇത്തരത്തിൽ NGOകൾ രൂപീകരിച്ചു. അതിനുശേഷം ഒരു കോർഡിനേഷൻ രൂപീകരിച്ചു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ അനന്തുകൃഷ്ണനും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്കും ഇടയിലുള്ള NGOകൾ കൂടിയാണ്. ഇതിൽ പലരും ഈ തട്ടിപ്പ് അറിയാതെ ഈ വലയിൽപ്പെട്ടവരാണ്. അവരുടെ ഓഫീസുകളിലേക്കാണ് സാധാരണക്കാർ എത്തുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ CSR ഫണ്ട്, ഒരു കമ്പനിയുടെയും CSR ഫണ്ട് ഇതുവരെ അനന്തുകൃഷ്ണൻ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇയാൾ
അറസ്റ്റിലായപ്പോൾ തന്നെ ഇക്കാര്യം പോലീസിനോട് സമ്മതിച്ചിരുന്നു. തനിക്ക് ഈ പണം റോൾ ചെയ്യാൻ വേണ്ടി താൻ ശ്രമിച്ചു, പക്ഷേ അത് വിജയിച്ചില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായത്. തനിക്ക് ഒരു CSR ഫണ്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അനന്തകൃഷ്ണൻ പോലീസിനോട് ആദ്യഘട്ടത്തിൽ അറസ്റ്റിലാവുമ്പോൾ തന്നെ മൊഴി നൽകിയത്. ഓക്കെ, എന്തായാലും വലിയ തട്ടിപ്പാണ് പുറത്തു വന്നത്. ഇയാൾ ആദ്യഘട്ടത്തിൽ ഒരു കൂണിന്റെ കൃഷിയെക്കുറിച്ച് ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്നു അത്രേ. കൂൺ കൃഷിയെക്കുറിച്ച് ക്ലാസ് എടുത്താണ് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു കഴിയുന്ന സമയത്ത് ഇയാൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെ അവിടുത്തെ ഒരു നേതാവുമായിട്ട് ഇങ്ങനെ പ്രമീള ദേവിയാണെന്ന് തോന്നുന്നു, അവർക്കും ഈ പറയുന്ന കൂൺ കൃഷിയെക്കുറിച്ചുള്ള പഠന ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുകയും പിന്നീട് വനിതാ കമ്മീഷന്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ആരോപണമുള്ളത്. എന്തായാലും ഇയാൾ പിന്നീട് പല പല കമ്പനികൾ സ്ഥാപിച്ച് വന്നു. ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം റിമാൻഡിലായിരുന്നു. വക്കീലിന് 5 ലക്ഷം രൂപ കൊടുക്കാനുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ കേസുകളിൽ പെട്ടിട്ടുള്ള വണ്ടിച്ചെക്ക് കൊടുത്ത കേസുകളിലൊക്കെ പ്രതിയാണ്. ഇയാളാണ് പിന്നീട് വിവിധ CSIR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് NGOകളെ സംഘടിപ്പിച്ചുകൊണ്ട് കോൺഫെഡറേഷൻ ഉണ്ടാക്കി പല പല പേരുകളിൽ ട്രസ്റ്റും NGO ഒക്കെ തുടങ്ങിയിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ പാതിവില തട്ടിപ്പിൽ 1.5 കോടിയോളം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ജെയ്സൺ ചാമോളപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്കൂട്ടർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വനിതകളടക്കം 48 പേരാണ് വടക്കാഞ്ചേരിയിൽ മാത്രം തട്ടിപ്പിനിരയായതെന്ന് നഗരസഭാ കൗൺസിലർ ബുഷ റഷീദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. CSR തട്ടിപ്പിൻ്റെ വ്യാപ്തി ഏറുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലും ഇത്തരമൊരു തട്ടിപ്പ് നടന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. പ്രധാനമായും സ്കൂട്ടറിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് തട്ടിപ്പ് നടന്നതെന്നാണ് പൊതുവെ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ അതിൽ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിച്ച സൊസൈറ്റിയുടെ ചുമതലക്കാരിയും അതുപോലെ തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറുമായ ബുഷ റഷീദ് നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾ ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു? തൃശ്ശൂരിലെ DPM ലേഡിയാണ് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഏകദേശം 2016 തൊട്ടിട്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. 2010 തൊട്ടിട്ട് ജനപ്രതിനിധിയാണ്. ആ ഒരു ബന്ധം വെച്ചിട്ട് എന്നോട് വിളിച്ച് അവർ പറഞ്ഞു ഇങ്ങനെ 50% സബ്സിഡിയോട് കൂടിയിട്ട് ഗുണഭോക്തൃ വിഹിതം 50%, 50% CSR ഫണ്ട് കൂടി ലഭ്യമാകും. സ്ത്രീകൾക്ക് അവരുടെ ഉന്നമനത്തിനും സാമ്പത്തികമായി അവരെ ശാക്തീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. അത് സീഡ് മുഖേനയാണ് ലഭിക്കുക. സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സൊസൈറ്റി രൂപീകരിക്കണം. ആ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ആളുകൾക്കേ കിട്ടൂ എന്നുള്ളത് അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എവിടെ നിന്നാണ് ഇത് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റ് മുഖേനയാണ് CSR ഫണ്ട് വെച്ചിട്ട് നമുക്ക് ഇത്തരം സാധനങ്ങളെല്ലാം തരിക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികൾക്ക് ഇത് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. തൃശ്ശൂരിലെ നമ്മളുടെ എല്ലാ സൊസൈറ്റികളും അതായത് ക്ലബ്ബുകളും എല്ലാം രജിസ്റ്റർ ചെയ്യുന്ന സാഹിത്യ അക്കാദമിയുടെ അവിടുത്തെ ഓഫീസിൽ പോയിട്ടാണ് ഞങ്ങളുടെ സൊസൈറ്റി നിയമപരമായിട്ട് ബൈലോ പ്രകാരം പ്രവർത്തിച്ചു വരുന്നത്. 100-ൽ കൂടുതലുണ്ട്. അവർ തരുന്ന ഒരു സർക്കുലർ ഞങ്ങളുടെ ഗ്രൂപ്പ് മുഖേന 1,20,000 രൂപയാണ് ആകെ എമൗണ്ട്. അതിൽ 60,000 രൂപ ഗുണഭോക്തൃ വിഹിതം, 60,000 രൂപ നമ്മുടെ CSR ഫണ്ടും ലഭിക്കും. ഇപ്പോൾ ഈ പൈസ ഇപ്പോൾ 60,000 രൂപയാണ് നിങ്ങൾ ഏകദേശം 40-ൽ മുകളിലുള്ള ആളുകൾ അടച്ചിരിക്കുന്നത്. ഇവർക്ക് ആർക്കും സ്കൂട്ടർ കിട്ടിയിട്ടില്ല. സ്കൂട്ടർ ആർക്കും കിട്ടിയിട്ടില്ല. അതായത് ഞങ്ങൾക്ക് 3 മാസം കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തിന് ശേഷം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന ആ എഗ്രിമെൻറ്റ് വെച്ചിട്ട് 3 മാസം ആവണോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു തട്ടിപ്പിനിരയായി എന്ന് പറഞ്ഞിട്ട് ട്രസ്റ്റിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള അനന്തകൃഷ്ണനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളും ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇത് ആരും മുഖേനയാണ്? അതായത് അനന്തകൃഷ്ണൻ നിങ്ങളെ നേരിട്ട് സമീപിക്കുകയായിരുന്നു? അങ്ങനെ അനന്തകൃഷ്ണനല്ല, ഞങ്ങൾക്ക് DPM ആണ് ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടേക്കുന്നത്. ഇങ്ങനെ ഒരു ക്ലബ്ബല്ല ട്രസ്റ്റ് മുഖേന അങ്ങനെ CSR ഫണ്ട് മുഖേന കിട്ടും. താഴെ തട്ടിലുള്ള സ്ത്രീകൾക്ക് കൊടുക്കാൻ കഴിയും. 42ഓളം പേര് തട്ടിപ്പിനിരയായി. 48 പേര് തട്ടിപ്പിന്, അതിൽ ഞാനും ഉൾപ്പെടും. അടുത്ത സ്റ്റെപ്പ് ജനങ്ങൾക്ക് ഞങ്ങൾ പൈസ വാങ്ങി കൊടുക്കാൻ ഏതറ്റം വരെയായാലും ഞങ്ങൾ അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമിക്കും. വടക്കാഞ്ചേരി ഭാഗത്ത് മാത്രം 48ഓളം പേർക്കാണ് സ്കൂട്ടറുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനിരയായിരിക്കുന്നത്. അവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. റിപ്പോർട്ടർ തൃശ്ശൂർ. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. ഈ തട്ടിപ്പ് വളരെ ആസൂത്രിതമായിട്ടും ബുദ്ധിപരമായിട്ടുമാണ് അനന്തു നടത്തിയത്. ട്രസ്റ്റിന്റെ പേരൊക്കെ പറയുക, കോൺഫെഡറേഷൻ എന്ന് പറയുക, ഉപഭോക്തൃ വിഹിതം എന്ന പദപ്രയോഗം നടത്തുക, അതൊക്കെ സാധാരണ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഉപയോഗിക്കുന്ന പേരുകളാണല്ലോ. പ്രൊമോട്ടർമാരെയും ഈ അംഗൻവാടിയിലെ ഒക്കെ ജീവനക്കാരെയും ആശാവർക്കർമാരെയൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ വിശ്വാസ്യത ഉണ്ടാക്കി ഇയാൾ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ സ്ഥാപനങ്ങളിലേക്ക് ജീവനക്കാർ ഇതിനകത്ത് ഇടപെടുമ്പോൾ ആളുകൾ വിശ്വസിച്ചു പോകും.
അല്ലേ? എന്തായാലും 1.5 കോടി രൂപ തൃശ്ശൂരിനും നഷ്ടപ്പെട്ടിട്ടുണ്ട് ജെയ്സൺ. നമ്മൾ അറിഞ്ഞിടത്തോളം കൂടുതൽ പേര് ഒരുപക്ഷെ ഇനി പുറത്തു വരികയും ചെയ്തേക്കാം, അല്ലേ ജെയ്സൺ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സത്യത്തിൽ ഈ സംഭവമായ നാം ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തയല്ല സത്യത്തിൽ എനിക്ക് തോന്നിയത്. അതീവ ദയനീയമായ ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും പാവപ്പെട്ടവർ ഒരു വീട്ടിൽ ഒരു വാട്ടർ ടാങ്ക് വെക്കാൻ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ ഒരിക്കൽ ഒരു സ്കൂട്ടർ വാങ്ങിക്കണമെന്ന മോഹവുമായി നടക്കുന്ന വീട്ടമ്മമാർ. ഇപ്പോൾ ഈ ബുഷ്ര തന്നെ നമ്മളോട് ഇന്നലെ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹമായിരുന്നു ഒരു സ്കൂട്ടർ വാങ്ങിക്കണം. ആ സ്കൂട്ടർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സൊസൈറ്റി, ഒരു കോർഡിനേറ്റർ ബന്ധപ്പെട്ടപ്പോൾ സൊസൈറ്റി രൂപീകരിച്ചു. ഈ ആഗ്രഹങ്ങളുള്ള, അതായത് വലിയ മോഹങ്ങളൊന്നും അത് ചെറിയൊരു സ്കൂട്ടർ വാങ്ങിക്കുക, 1,20,000 രൂപ വരെ സ്കൂട്ടർ ജീവിതത്തിൽ വാങ്ങിക്കണം എന്നൊരു മോഹം. ആ മോഹത്തിന് വേണ്ടി അവർ 60,000 രൂപ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആളുകളെ കൂട്ടി അവരെല്ലാവരെയും ഇതിൽ ചേർത്തു എന്നതാണ് സംഭവം. പക്ഷേ അത് അതീവ ദയനീയമായ അവസ്ഥയിലേക്ക് പോയി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ കണക്കുകൾ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ നിലവിൽ ലഭിച്ച കണക്കുകൾ നമ്മുടെ കൈവശമുണ്ട്. വടക്കാഞ്ചേരിയിൽ 28,80,000 രൂപയുടെ സ്കൂട്ടറിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്തിക്കാട് പഞ്ചായത്തിൽ 40 ലക്ഷത്തിനടുത്തുണ്ട്. അതിൽ വണ്ടിയുണ്ട്, ഹോം അപ്ലയൻസസ് ഉണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്. പുഴയ്ക്കൽ ഇതുപോലെ തന്നെ ഹോം അപ്ലയൻസസ് ഉണ്ട്. ഒല്ലൂക്കരയിൽ വണ്ടിയുണ്ട്. മറ്റൊരു കാര്യം, ഇതിന് വിശ്വാസ്യത ഉണ്ടാക്കുക എന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ച തന്ത്രം പജനപ്രതിനിധികളെ, പൊതുപ്രവർത്തകരൊക്കെ ഇതിലേക്ക് എടുക്കുക എന്ന്. ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിൻ്റെ കൗൺസിലറാണ് ബുഷ്ര എങ്കിൽ അന്തിക്കാട് CPMൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഇതിലേക്ക് ചേർത്തു. നാം ഇവരെയൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തകർന്നു പോയിരിക്കുകയാണെന്ന് പറയുന്നത്. കാരണം അത്ര വലിയ കാര്യങ്ങൾക്കൊന്നും വേണ്ടിയല്ല, ജീവിതത്തിൽ കുടുംബത്തിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ കിട്ടാൻ ചുരുങ്ങിയ പൈസ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി സംഘടിക്കുകയും ഒന്നിക്കുകയും അതിനുവേണ്ടി പണം ശേഖരിക്കുകയും, പക്ഷേ 1 രൂപ പോലും ഈ സംഘാടകരുടെ, ഇപ്പോൾ ഈ ബുഷ്ര ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് വടക്കാഞ്ചേരിയിൽ, അവർ അവിടുത്തെ കൗൺസിലറാണ്, മുനിസിപ്പാലിറ്റി കൗൺസിലറാണ്. പക്ഷേ ഈ പൈസ മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലല്ല പോകുന്നത്, ഇയാളുടെ നേരിട്ട് അനന്തകൃഷ്ണൻ്റെ നേരിട്ടുള്ള അക്കൗണ്ടിലേക്ക് പോകുന്നത്. ഇവർക്ക് 1 രൂപയുടെ ഇടപാട് അതിനകത്തില്ല. ഇതുപോലെ തന്നെയാണ് അന്തിക്കാട്ടത്തെ CPMൻ്റെ ഒരു മെമ്പറെ സംബന്ധിച്ച് അയാൾ പറഞ്ഞത് ഞാൻ മാനസികമായിട്ട് തകർന്നു പോയിരിക്കുകയാണ്. കാരണം അവരുടെ വിശ്വാസത്തിൽ ആളുകളെ ചേർക്കുകയും ആ ചേർത്തവരുടെ ചെറിയ ചെറിയ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഉള്ള ഒരു മുന്നോട്ട് പോക്കിനിടയിലാണ് ഈ വലിയ കൊടും ചതി വന്നുപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, ഒരു സാമൂഹ്യ വിഷയമായി കൂടി ട്രീറ്റ് ചെയ്യപ്പെടണമെന്നതാണ് നമുക്ക് ഈ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ മനസ്സിലായ കാര്യം. സ്വാഭാവികമായിട്ട് കേസെടുക്കുമ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർമാരെയും അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർമാരൊക്കെ പേരിൽ കേസെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തിയാൽ അത് വലിയൊരു സാമൂഹ്യ വിഷയമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇതിന്റെ തട്ടിപ്പിന്റെ ആഴം അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമാണെന്ന് മാത്രമല്ല അതിവിദഗ്ധമായ കൗശലത്തോടു കൂടിയാണ് ഈ അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പിന്റെ പ്ലാൻ തയ്യാറാക്കിയത്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, കോവിഡൊക്കെ കഴിയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഇത്തരം ഫണ്ടുകൾ, CSR ഫണ്ടുകൾ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. 1535 കോടി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം കേരളത്തിൽ വിവിധ ഏജൻസികൾ വഴി CSR ഫണ്ട് വിനിയോഗിച്ചത്. അപ്പോൾ ഈ സാധ്യത കൂടി മുൻപിൽ കണ്ടാണ് അനന്തകൃഷ്ണൻ വലിയ തട്ടിപ്പിന് വലയൊരുക്കിയത്. അതിൻ്റെ വലയിൽ കുടുങ്ങിപ്പോയവരുണ്ട്, ആ വലയിൽ പങ്കാളികളായവരുണ്ട്. BJPയുടെ മുതിർന്ന നേതാവ് A. N. രാധാകൃഷ്ണന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് കേട്ടത് നമ്മളെ ഞെട്ടിച്ചിരുന്നു. അതിൽ A. N. രാധാകൃഷ്ണൻ തന്റെ സൈൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയെ ഈ സീഡ് സൊസൈറ്റിയുമായി ബന്ധിപ്പിച്ചത് ഈ ഓഫറിന്റെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിലെ സ്ഥിരം സന്ദർശകനായിരുന്നു A. N. രാധാകൃഷ്ണൻ എന്ന് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞിരുന്നു. ലാലി വിൻസെന്റ് ഒരു കോൺഗ്രസ് നേതാവാണ്, അനന്തകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിൽ തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ ലാലി വിൻസെന്റിന്റെ മരുമകളാണ് കീ കൊണ്ട് കൊടുത്തത് എന്ന് കേട്ടേക്കർ പറയുന്നുണ്ട്. അപ്പോൾ അത്ര അടുത്ത ബന്ധമാണ് ഈ തട്ടിപ്പുകാരനുമായിട്ട് ലാലി വിൻസെന്റിനും ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് ലാലി വിൻസെന്റ്, മറുഭാഗത്ത് A. N. രാധാകൃഷ്ണൻ, സായി ഗ്രാമത്തിന്റെ ഒരു കോർഡിനേറ്റർ അനന്തകുമാർ. അപ്പം ഇത്രയും പേരുടെ പേരുകളാണ് ഇതിൽ പറഞ്ഞു കേൾക്കുന്നത്, പങ്കാളികൾ എന്ന രീതിയിൽ. ഇനി അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരണം. ഇതിലിപ്പോൾ ലാലി വിൻസെന്റിനെതിരെ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. A. N. രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് 11 മണിക്ക്. അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കും. നേരത്തെ അനന്തകുമാർ പറഞ്ഞത് ആദ്യഘട്ടത്തിൽ ഈ കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്നു, സ്ഥാപക ചെയർമാനായിരുന്നു, പിന്നീട് അതിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയി എന്നുള്ളതാണ്. എന്തായാലും പുറത്തു വരുന്ന വാർത്തകൾ അത്ര ശുഭസൂചകമായ വാർത്തകളല്ല. ഒരു വലിയ തട്ടിപ്പിന്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ തട്ടിപ്പിനൊക്കെ പിന്നാലെ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ഒരാൾ ഓഫറുമായി വന്നാൽ ഉടനെ കമന്നടിച്ചതിൽ വീഴരുത്. ഓഫറായി വരുന്നവർക്ക് 2 ലക്ഷ്യങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങളെ വിൽക്കുക,
ഇല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുക. ഈ രണ്ട് ഉദ്ദേശം മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിജയൻ മാവുക്കോട് വെരി ഗുഡ് മോർണിംഗ് വിജയൻ. അഷ്റഫ് വെരി ഗുഡ് മോർണിംഗ്. മൂസ KT ഗുഡ് മോർണിംഗ്. ജിജു ജിജെ പൊട്ടന്മാരായല്ലോ നമ്മുടെ നാട്ടുകാർ. അരുണേട്ട അവനെ സമ്മതിച്ചു കേട്ടു എന്ന് ജിജു കൽപ്പാത്തി പറയുന്നുണ്ട്. കുറച്ചു കാലം നമ്മൾക്ക് കുറച്ച് മനുഷ്യരെ പറ്റിക്കാൻ പറ്റും, പക്ഷേ എല്ലാ കാലത്തും എല്ലാ മനുഷ്യരെയും കുറച്ച് മനുഷ്യരെ ഒന്നും പറ്റിക്കാൻ കഴിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത്തരം പറ്റിപ്പുകാരെല്ലാം പുറത്തു വരികയും ചെയ്യും. രാജേഷ് ചന്ദ്രൻ, ഉപ്പ് തിന്നവരാരായാലും വെള്ളം കുടിക്കണം, അത് ലാലിയാണെങ്കിലും ശരി എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജോൺ ജീസസ് മാത്യു വെരി ഗുഡ് മോർണിംഗ്. ദാസൻ വെരി ഗുഡ് മോർണിംഗ്. ലിജി ജോമോൻ ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ലൈവാത്തോൺ തുടരുകയാണ്. റിപ്പോർട്ടറിന്റെ അന്വേഷണം തുടരുന്നു. ഈ വാർത്ത പുറത്തെത്തിച്ച് ഇതിന്റെ വാർത്തയുടെ ഈ തട്ടിപ്പിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തിയത് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘമാണ്. അവർ വീണ്ടും ചേരുന്നു. നമുക്കൊപ്പം കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നു. പകുതി വില തട്ടിപ്പിൽ അനന്തു കൃഷ്ണനെതിരെ കൂടുതൽ കേസുകൾ. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെയും പ്രതി ചേർത്തു. മയിൽ, വളപട്ടണം പോലീസ് സ്റ്റേഷനുകളിലാണ് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, കണ്ണൂരിലെ കേസിലും ഇപ്പോൾ ലാലിയെ പ്രതി ചേർത്തിരിക്കുകയാണല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ തന്നെ കണ്ണൂരിൽ ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ ലാലി വിൻസെന്റും അനന്തകൃഷ്ണനും അനന്തകുമാറും ഒക്കെ പ്രതിയായിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ കേസുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വളപട്ടണം പോലീസ് സ്റ്റേഷനിലും മയ്യിൽ സ്റ്റേഷനിലുമാണ്. മയ്യിൽ സ്റ്റേഷനിൽ 3 കേസുകളാണ് FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വളപട്ടണത്ത് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 7 പ്രതികളാണ്. ഈ 4 കേസുകളിലായി 7 പ്രതികളാണുള്ളത്, അല്ലെങ്കിൽ 7 പേരാണ് FIR-ൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ 7 പേർ ഇന്നലെ തന്നെ ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത അതേ രീതിയിൽ തന്നെയുള്ള കേസ് തന്നെയാണ്. അതായത് 1-ാം പ്രതി അനന്തകൃഷ്ണൻ, 2-ാം പ്രതി അനന്തകുമാർ, അതിന് തുടങ്ങി ഏറ്റവും 7-ാം പ്രതിയായിട്ടാണ് ലാലി വിൻസെന്റ് ഉൾപ്പെടെ ഈ കേസിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. കാരണം ഒരുപാട് പരാതികൾ എത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോഴും പറയുന്നത് ഒരുപാട് പരാതികൾ, കണ്ണൂർ ജില്ലയിൽ മാത്രം ഇന്നലെ പറഞ്ഞത് 2000-ലധികം പരാതികളുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കൂടുതൽ പേരും പരാതികളായി എത്തിയിട്ടുണ്ട്. ഏകദേശം 2500-ലേക്ക് എത്തും ഈ പരാതികളുടെ എണ്ണം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അത്രയും പരാതികൾ ഈ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തിയാൽ ഇത്രയും FIR-കൾ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ഭഗീരഥ പ്രയത്നമായിരിക്കും. അതുകൊണ്ട് ഒരു കേന്ദ്രീകൃതമായി ഈ ഒരു ബ്ലോക്കിൻ്റെ കീഴിലുള്ള എല്ലാ പരാതികളും കൂടി ഒരാൾ പരാതിപ്പെടുക, അതിൻ്റെ ഭാഗമായി കുറ്റപത്രത്തിൻ്റെ ഭാഗമായി എല്ലാവരുടെയും മൊഴികളും കാര്യങ്ങളും രേഖപ്പെടുത്തുക എന്നുള്ളൊരു സമീപനത്തിലേക്കാണ് പോലീസ് പോകുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ കൂടുതൽ വിദഗ്ധമായിട്ടുള്ള ചില ഒരു പ്രത്യേക സംഘമൊക്കെ രൂപീകരിച്ച് അങ്ങനെ അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് പരാതികൾ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും അനന്തകൃഷ്ണനെതിരെ കണ്ണൂരിൽ ഇപ്പോൾ കൂടുതൽ കേസുകൾ വന്നിരിക്കുകയാണ്. പ്രധാനമായും വളപട്ടണം അതുപോലെ തന്നെ മയ്യിൽ സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കേസിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. 7-ാം പ്രതിയാണ് ലാലി വിൻസെന്റ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വീണ്ടും മറ്റു കേസിലും ലാലി വിൻസെന്റ് പ്രതിയാവുന്നു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ 2000-ലധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെയും ലാലി വിൻസെന്റും പ്രതിയാണ്. സുരേന്ദ്രൻ കൊലാപ്രത്ത് പറയുന്നു, സമ്പൂർണ്ണ സാക്ഷരത മറ്റ് സംസ്ഥാനക്കാർക്ക് നമ്മളെ കളിയാക്കി ചിരിക്കാൻ നല്ലൊരു കാരണം കിട്ടി എന്ന് പറയുന്നു. ശരിയാണ് അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ കൊണ്ട് തലയിൽ വെച്ച് കൊടുക്കും. ഇത്രയും അധികം ഭാഗ്യാന്വേഷികളുടെ ഒരു നാടാണോ നമ്മുടേത് എന്നുള്ളതാണ്. ആരെങ്കിലും ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടിച്ച് വീഴും എന്നുള്ളതാണ്. അതിൽ പകുതി വിലയ്ക്ക് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി എടുത്തുകൊണ്ട് കൊടുത്തു. ഈ അനന്തകുമാറിനെതിരെയും വ്യാപക പരാതികളാണ് പക്ഷേ ഇപ്പോൾ ഉയരുന്നത്. തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണർക്കും റൂറൽ SPക്കും NGO ഭാരവാഹികൾ പരാതി നൽകിയിട്ടുണ്ട്. ആനന്ദകുമാറിനെ വിശ്വസിച്ചാണ് പണം നൽകിയതെന്ന് NGOകൾ പറയുന്നു. പണം തിരിച്ചു തരേണ്ട ബാധ്യത ആനന്ദകുമാറിനാണെന്നും ഭാരവാഹികൾ പറയുന്നുണ്ട്. നമുക്ക് ആ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. യഥാർത്ഥത്തിൽ നാഷണൽ NGOs കോൺഫെഡറേഷനിൽ നിന്ന് ഞാൻ രാജിവെച്ചിട്ട് ഏകദേശം ഒരു 10 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ലാലി വിൻസെൻറ്റും അനന്തകൃഷ്ണനും കൂടെ ഒരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഒരു ഫണ്ട് തമിഴ്നാട്ടിലുണ്ട്. അതിനെക്കുറിച്ച് സായി ഗ്രാമത്തിന് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം എൻ്റെ ഓഫീസിൽ വരുന്നത്. സായി ട്രസ്റ്റിൻ്റെ ഡോക്യുമെൻറ്റ്സും മറ്റു കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞു. നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു. പിന്നെ അതിനുശേഷം അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിട്ടില്ല, അതിൻ്റെ യാതൊരു നടത്തിപ്പും ഉണ്ടായിട്ടില്ല. അവർ കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു നേതാവായത് കാരണം അവരാണ് ഇയാളെ കൊണ്ട്. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടി വി പ്രസാദ്, നമുക്ക് പല പ്രതികരണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വരുന്നു. ലാലി വിൻസെന്റ് ആണ് തന്നെ പരിചയപ്പെടുത്തിയതെന്ന് അനന്തകുമാർ പറയുന്നു. എന്നാൽ ലാലി വിൻസെന്റ് പറയുന്നത് ഈ അനന്തകൃഷ്ണനാണ് അനന്തകുമാറിനെ പരിചയപ്പെടുത്തിയതെന്ന് പറയുന്നു. ചുരുക്കത്തിൽ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ
പരിചയപ്പെടുത്തിയത് നമുക്കറിയില്ല. പക്ഷേ കേരളത്തെ പരിചയപ്പെടുത്തിയതിൽ ഇവർക്ക് എല്ലാവർക്കും തുല്യ പങ്കാളിത്തമുണ്ട്. ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനെ അതിൽ ഇപ്പോൾ അനന്തകുമാറിനെതിരെയും പരാതികൾ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആ പരാതികൾ അങ്ങനെ വന്നില്ലെങ്കിലും ഇപ്പോൾ അനന്തകുമാറും സംശയത്തിന് നിഴലിലാണ്, അല്ലേ ടി വി പ്രസാദ്? അരുൺ, അതായത് ഈ NGO നാഷണൽ NGO കോൺഫെഡറേഷന്റെ സ്ഥാപക ചെയർമാനാണ് ആ ആനന്ദകുമാർ. ഈ ആനന്ദകുമാർ നമുക്കറിയാവുന്നതുപോലെ ഈ സായിഗ്രാമിന്റെ സ്ഥാപക ഡയറക്ടറാണ്. ഏതാണ്ട് 10-25 വർഷത്തിലധികം ഈ NGOകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. മാത്രമല്ല തിരുവനന്തപുരത്ത് വിശ്വാസമുള്ള ഒരു വ്യക്തിത്വവും കൂടിയായിരുന്നു. പിന്നീട് ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ രൂപീകരിച്ച സമയത്ത് അതിലേക്ക് അനന്തു കൃഷ്ണൻ കയറി വന്നതാണ് പിന്നീട് കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാക്കിയത്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ മുഴുവൻ NGOകളും ആനന്ദകുമാറിനെതിരെ തിരിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അങ്ങനെ ഒരു പരാതി തിരുവനന്തപുരത്തെ 12 NGOകളും ചേർന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്കും റൂറൽ SP-ക്കും കൊടുക്കുകയും ചെയ്തു. അതിൽ തന്നെ അവർ പറയുന്ന ശബ്ദ സംഭാഷണത്തിൽ, അതായത് ഷെയർ ഹോൾഡർമാർക്ക് കൊടുത്തിരിക്കുന്ന ശബ്ദ സംഭാഷണത്തിൽ പറയുന്നത് തങ്ങൾ ഇതിൽ വരാനുള്ള കാരണം അത് അനന്തകൃഷ്ണനല്ല, പകരം ആനന്ദകുമാറാണ്. ആനന്ദകുമാറിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇതിലേക്ക് വന്നതും ഈ പണം നിക്ഷേപിക്കുന്ന കാര്യത്തിലേക്ക് ഉൾപ്പെടെ വന്നത്. അതുകൊണ്ട് ആനന്ദകുമാർ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണ് ആ പരാതിയിലും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ പേരും ഈ പരാതിയിൽ പരാമർശിച്ചിരിക്കുന്നു. അതിൻ്റെ രക്ഷാധികാരിയായിരുന്നു ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ. അദ്ദേഹവും മീറ്റിംഗിൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. അതുകൂടി കേട്ട് വിശ്വാസത്തിലെടുത്താണ് തങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നാണ് ഇവർ സംഘടിതമായി, അതായത് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ NGOകളും ചേർന്ന് റൂറൽ SP-ക്കും അതുപോലെ സിറ്റി പോലീസ് കമ്മീഷണർക്കും കൊടുത്ത പരാതിയിൽ പറയുന്നത്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ NGO കോൺഫെഡറേഷന്റെ സ്ഥാപക ചെയർമാൻ എന്ന നിലയിൽ സ്വാഭാവികമായി ഈ അന്വേഷണം പോലീസിന് ആനന്ദകുമാറിലേക്കും കൊണ്ടുവരേണ്ടി വരും. കാരണം ആനന്ദകുമാറും അനന്തകൃഷ്ണനും ഒരേ സമയം പ്രവർത്തിച്ചവരാണ്. പരാതി പറഞ്ഞ പ്രതികരണങ്ങൾ കൂടിയും നമുക്കൊന്ന് കേൾക്കാം. ഈ അനന്തകുമാറിനെതിരെ ഇപ്പോൾ NGOകളുടെ വിവിധ ഭാരവാഹികളും പരാതി നൽകിയിട്ടുണ്ട്. അവർ നമ്മുടെ പ്രതിനിധി TV പ്രസാദുമായിട്ട് സംസാരിച്ചു. അതുകൂടി ആ ശബ്ദരേഖ കൂടി നമുക്കൊന്ന് കേട്ടുവരാം. അത് ഞങ്ങൾക്ക് അനന്തകൃഷ്ണനല്ല നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നത്. നമ്മൾ സായിഗ്രാമിലെ ആനന്ദകുമാർ സാറിനെതിരായിട്ടാണ്. ആനന്ദകുമാർ സാറാണല്ലോ നമ്മുടെ നേതാവും നമ്മുടെ ഇതിന്റെ ചെയർമാനും. അപ്പൊ ചെയർമാന്റെ സഹായത്തോടു കൂടിയും ചെയർമാൻ പറഞ്ഞതനുസരിച്ചുമാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇന്നലെ വരെ. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഇതിന്റെ ബുദ്ധിമുട്ട്, അദ്ദേഹമാണ് ഇതിന് ഉത്തരം പറയേണ്ടത്, അല്ലാതെ അനന്തകൃഷ്ണൻ നമുക്കാരുമല്ല. ഇതിലേറെ കൗതുകകരമായ കാര്യം, ഇതിനകത്ത് ഒരു പ്രേക്ഷകൻ പറയുന്നത് പോലെ, മോണി ശശിധരൻ പറയുന്നത് പോലെ, പ്രമീള ദേവി ഇന്നലെ റിപ്പോർട്ടർ TVയിൽ വന്ന് പറഞ്ഞത് തൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നില്ല എന്നാണ്. ഇപ്പോൾ ലാലി പറയുന്നത് പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നു എന്നാണ്. ലാലി പറയുന്നത് അനന്തകൃഷ്ണനാണ് അനന്തകുമാറിനെ പരിചയപ്പെടുത്തിയതെന്നാണ്. അനന്തകുമാർ പറയുന്നത് ലാലി വിൻസെൻ്റ് ആണ് അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് എന്നാണ്. മൊത്തത്തിലൊരു തട്ടിപ്പ് മണക്കുന്നുണ്ടല്ലോ സ്വാമി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്കൊപ്പം TV പ്രസാദ് തുടരുന്നുണ്ട്. TV പ്രസാദ്, തീർച്ചയായിട്ടും ഈ അനന്തകുമാറിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയുടെ കിറ്റ് വിതരണം ചെയ്യുന്ന സമയത്ത്, പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സമയത്ത്, ഈ പദ്ധതി കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഈ കോൺഫെഡറേഷൻ്റെ ചെയർപേഴ്സണായിട്ടിരുന്നയാളാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാതെ ഇങ്ങനെ ഒരാൾ ഇത്തരം ഒരു കമ്മിറ്റ്മെൻറ്റ് എടുക്കുമോ? അതും പഴയൊരു ചെക്ക് കേസിൽപ്പെട്ട് റിമാൻഡിലൊക്കെ ആയിരുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ളത് അനന്തകുമാർ അടക്കമുള്ളവർ അന്വേഷിച്ചില്ല എന്നതും ഒരു ഗുരുതര വീഴ്ചയാണ്, അല്ലേ TV പ്രസാദ്? ഉറപ്പായും അരുൺ, അതായത് ഈ അനന്തകൃഷ്ണന്റെ സംഭവം വരെ ഈ ആനന്ദകുമാറിനെതിരെ ഇങ്ങനെ ഒരു പരാതികളില്ല. നേരത്തെ അരുണും തിരുവനന്തപുരത്ത് ഒരുപാട് കാലം ഉണ്ടായതാണല്ലോ. ആനന്ദകുമാറിനെ കുറിച്ച് അന്വേഷിച്ചാൽ ഇങ്ങനെയുള്ള വിവരങ്ങളാണ് കിട്ടുക. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാപനത്തിലായാലും ആ സമയത്തും നമ്മൾ ആനന്ദകുമാറിനോടൊക്കെ ബന്ധപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അരുൺ പറഞ്ഞതാണ് അതിലെ പോയിന്റ്. അതായത് നേരത്തെ 2019 ചെക്ക് കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് വാർത്തകൾ ഉൾപ്പെടെ വന്നൊരു സാഹചര്യം. മാത്രമല്ല ഇത്ര പ്രധാനപ്പെട്ട ഒരു സംഘടന രൂപീകരിച്ച് അതിൻ്റെ കോർഡിനേറ്റർ ആക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതിനിപ്പോൾ ലാലി വിൻസെൻ്റ് പരിചയപ്പെടുത്തിയെന്ന് ആനന്ദകുമാർ പറഞ്ഞാലും അതിലത്ര വിശ്വാസ്യതയുണ്ടാവില്ല എന്നുള്ളതാണ് അരുൺ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ആ സംഘടനയുടെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ചുമതലയാണ് എന്നോർക്കണം. അങ്ങനെ ഒരു കോർഡിനേറ്റർ എങ്ങനെയാണ് ഇതിനകത്തേക്ക് വലിഞ്ഞു കയറി വന്നത്? മാത്രമല്ല അരുൺ, ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഷാലണിയിക്കുന്ന ഒരു പടം സാമൂഹിക മാധ്യമങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് ഇതിനിടെ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വന്നപ്പോഴാണ് പടം എടുത്തതെന്നാണ് ആനന്ദകുമാറോട് ചോദിച്ച സമയത്ത് പറഞ്ഞത്. ഞാൻ ആനന്ദകുമാറോട് ചോദിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് അവിടേക്ക് അനന്തകൃഷ്ണനും വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത്
സമയത്ത് അപ്പോയിൻമെൻറ്റ് തനിക്കായിരുന്നു എന്നാണ് ആനന്ദകുമാർ പറഞ്ഞത്. അനന്തകൃഷ്ണൻ എങ്ങനെ മോദിയുടെ അടുത്തേക്ക് എത്തിയത് എന്ന് എനിക്കറിയില്ല, ഏത് വഴിയിലൂടെയാണ് വന്നതെന്ന് അറിയില്ല. പക്ഷേ ഫോട്ടോ കാണുമ്പോൾ എന്തായാലും അങ്ങനെയല്ല തോന്നുന്നു തരുൺ. രണ്ടുപേരും ഒന്നിച്ച് നരേന്ദ്രമോദിയുടെ അടുത്ത് പോയി അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും ഈ വിശദീകരണങ്ങളിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. ഒരു കാരണവശാലും ആനന്ദകുമാർ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ കഴിയില്ല. കാരണം അതിൻ്റെ സ്ഥാപക ചെയർമാനാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന സമയത്തുമുണ്ട്. ഇക്കഴിഞ്ഞ അതായത് 27 ജൂലൈയിലാണ് താൻ ഇതെല്ലാം ഒഴിവാകുന്നു എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തത്. നമ്മൾ ഇന്നലെ പറഞ്ഞത് 1.5 വർഷമായിരുന്നു. പക്ഷെ 1.5 വർഷമല്ല അരുൺ, 6 മാസമായിരുന്നു. അതായത് ഇക്കഴിഞ്ഞ ജൂലൈയിലായിരുന്നു കൊടുത്തത്. ഈ 6 മാസത്തിന് മുമ്പേ മാത്രമാണ് അങ്ങനെ ഒരു കത്ത് കൊടുത്തത്. അതായത് ചില ഭാഗത്ത് നിന്ന് തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തപ്പോഴായിരുന്നു. പക്ഷേ അരുൺ, അപ്പോഴേക്ക് ഈ തട്ടിപ്പ് വ്യാപകമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, അപ്പോൾ അനന്തകുമാറിനെതിരെ വ്യാപകമായ പരാതിയാണ് NGO ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയ കോൺഫെഡറേഷന്റെ സ്ഥാപക ചെയർമാൻ കൂടിയായിരുന്നു അനന്തകുമാർ എന്നുള്ളതാണ്. തിരുവനന്തപുരത്തൊക്കെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു. പക്ഷേ അനന്തകുമാർ ഇങ്ങനൊരു തട്ടിപ്പിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് ആളുകൾ അത്ഭുതത്തോടുകൂടി നോക്കുന്നത്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് തുടരാം. അന്വേഷണം തുടരും. റിപ്പോർട്ടർ TVയുടെ ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ TV എത്രയെത്ര ഈ തട്ടിപ്പുകളുടെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നു. ഇതൊന്നും കാണാനൊന്നും ആർക്ക് സമയമില്ലേ എന്നുള്ളതാണ് പല തവണ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. തട്ടിപ്പുമായിട്ട് വരുന്നവർ നിങ്ങളെയാണ് വിൽക്കാൻ പോകുന്നത്, നിങ്ങളെ പറ്റിക്കാൻ പോവുകയാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കണം. ഓഫറുകളിൽ തലയും കുത്തി വീഴരുത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് ലാലി വിൻസെന്റ് ആണെന്ന് ആനന്ദ്കുമാർ നേരത്തെ പറഞ്ഞു. എന്നാൽ ആരോപണങ്ങൾ തെറ്റാണെന്നാണ് ലാലി വിൻസെന്റ് പറയുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ലേബിയുമായി ലാലി വിൻസെന്റ് സംസാരിച്ചു അല്പസമയം മുമ്പ്. നമുക്കതൊന്ന് കേൾക്കാം. അനന്തകുമാർ അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും നിലനിർത്തി ഞാൻ പറയട്ടെ, എന്തിനാണ് ഇങ്ങനെ വാസ്തവവിരുദ്ധമായി പറഞ്ഞത്? അദ്ദേഹം ചിലപ്പോൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. BTHൽ ഒരു പരിപാടിയിൽ, അദ്ദേഹം നടത്തിയ ഒരു പരിപാടിയിൽ എന്നെ അനന്തകൃഷ്ണൻ കൂട്ടിക്കൊണ്ടുവന്ന് BTHൽ വെച്ച് പരിചയപ്പെടുത്തി തന്ന് നമ്മൾ രണ്ടുപേരും പരിചയപ്പെട്ട് ആ പ്രോഗ്രാമിലെല്ലാം അവിടെ ഇരുന്ന് അവിടുന്ന് ഞാൻ പോകുന്ന ഒരു രാത്രി അത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അത് 4-5 വർഷങ്ങൾക്ക് മുമ്പായിരിക്കില്ലേ, ശ്രീ മുല്ലപ്പള്ളി KPCC പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴാണ് നമ്മൾ തമ്മിൽ കണ്ടത്, നമ്മൾ തമ്മിൽ സംസാരിച്ചത്. BTHൽ വെച്ച് സംസാരിച്ചപ്പോൾ ഒരു ബിഷപ്പിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം ശ്രീ ആനന്ദകുമാറിൻ്റെ ആവശ്യപ്രകാരം ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പോയി അദ്ദേഹത്തെ കാണുകയും അവിടെ നിന്ന് ഒരു നേരത്തെ ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നല്ല സൗഹൃദത്തിലുമാണ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുകയും അദ്ദേഹം ഈ NGO കോൺഫെഡറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കോൺഫെഡറേഷനിൽ രജിസ്റ്റർ ചെയ്ത 75 NGOസിനെയും മോട്ടിവേറ്റ് ചെയ്ത് പ്രോജക്റ്റുകൾ ഉണ്ടാക്കി CSR ഫണ്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവരാരും പണിയെടുക്കാതെ വിഷം വെച്ച് ഈ അനന്തകൃഷ്ണനും ആനന്ദകുമാറും മാത്രമായി പണിയെടുക്കുന്നവരായി മാറുകയും ചെയ്ത സാഹചര്യത്തെക്കുറിച്ച് ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പിന്നെ NGO കോൺഫെഡറേഷൻ്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൽ തന്നെ സാമൂഹ്യ സേവനത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ഡീഡ് ഉണ്ടാക്കി ആ ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്ത ഡീഡിൽ PSI എന്നൊരു സ്ഥാപനം, പ്രൊഫഷണൽ സർവീസസ് ഇന്നോവേഷൻ എന്നൊരു സ്ഥാപനം ഉണ്ടെന്നും അത് അനന്തകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ചെയ്യുമെന്നും NGO കോൺഫെഡറേഷൻ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളും CSR ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് നടപ്പിലാക്കാനുള്ള കൺസൾട്ടിംഗ് ഏജൻസി ആയിരിക്കും ഈ അനന്തകൃഷ്ണൻ്റെ PSC എന്നും ആ ഡീഡിലുണ്ട്. ആവശ്യമെങ്കിൽ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി എന്നെ അനന്തകൃഷ്ണൻ ഇതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ ആനന്ദകുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉള്ള സത്യം പറയുന്നതല്ലേ നമുക്കൊക്കെ ഈ പ്രായത്തിൽ നല്ലത്. അങ്ങ് വലിയ മിടുക്കനല്ലേ, അങ്ങ് വലിയ നന്മയുള്ളവനല്ലേ, വലിയ ഉപകാരങ്ങൾ ചെയ്യുന്നവനല്ലേ, അങ്ങ് മകനെ പോലെ തന്നെ കൊണ്ടു നടന്നതല്ലേ, അങ്ങേക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന കാര്യത്തിൽ അനന്തകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങയുടെ കൂടെ നിന്ന് ഇത്തിൽക്കണ്ണികൾ പോലെ അങ്ങയെ മുതലാക്കിക്കൊണ്ട് പോയ വേറെ കുറേ ആളുകൾ അങ്ങയുടെ കൂട്ടത്തിൽ ഇല്ലേ? അവരെക്കുറിച്ചല്ലേ അങ്ങ് ചിന്തിക്കേണ്ടത്. അനന്തകൃഷ്ണനും അങ്ങ് മാത്രം പണിയെടുത്താൽ NGO കോൺഫെഡറേഷൻ വളരുമോ? NGOs എല്ലാവരും പണിയെടുക്കണ്ടേ? എല്ലാവരും പണിയെടുത്ത് CSR ഫണ്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ അങ്ങയുടെ ഈ പദ്ധതികൾ വിജയിക്കുമായിരുന്നില്ലേ? ഈ പദ്ധതികൾ മുഴുവൻ അങ്ങിട്ട പദ്ധതികളല്ലേ, അത് വിജയിക്കുമായിരുന്നില്ലേ? അങ്ങ് രാജിക്കത്ത് കൊടുത്തു കഴിഞ്ഞ ജൂലൈ മാസം 25-ാം തീയതി, എൻ്റെ ഓർമ്മ
ശരിയാണെങ്കിൽ ആ രാജിക്കത്ത് എന്തുകൊണ്ടാണ് NGO കോൺഫെഡറേഷൻ ചർച്ച ചെയ്ത് അംഗീകരിക്കാഞ്ഞത്? ഒരു ട്രസ്റ്റിൽ നിന്നൊരു ചെയർമാൻ അങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയുമോ? അത് ട്രസ്റ്റല്ലേ. അങ്ങ് കുറേ കൂടി ആലോചനയോടെയും സാവധാനത്തിൽ ചിന്തിച്ചും സത്യസന്ധമായും കൃത്യമായും അങ്ങയുടെ മനസാക്ഷിക്ക് നിരക്കുന്ന മറുപടികൾ പറയണം. നമുക്ക് നശിപ്പിക്കാൻ എളുപ്പമാണ്, ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ല. അത് അങ്ങേക്ക് തന്നെ അറിയാലോ. എത്രയോ പേർക്ക് അന്നം കൊടുത്തും കിടപ്പാടം കൊടുത്തും സൗകര്യങ്ങൾ കൊടുത്തും നന്മ മാത്രമുണ്ടാക്കിയ അങ്ങിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. കള്ളമല്ലേ എന്നെപ്പറ്റി പറഞ്ഞത്? ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലേബി, എന്തായാലും ലാലി ഇത് പൂർണ്ണമായിട്ടും തള്ളുകയാണ്, പക്ഷേ മൊത്തത്തിൽ ദുരൂഹതകളുണ്ട്. ചുരുക്കത്തിൽ ഇവർ തമ്മിൽ പണ്ട് സുഹൃത്തുക്കളായിരുന്നു. പരിചയപ്പെടുത്തിയത് ആരെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. എന്തായാലും പെട്ടുവെന്നാണോ ലാലിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ലേബി? ഡോക്ടർ അരുൺ, തീർച്ചയായും ലാലി വിൻസെന്റ് ഈ വിഷയത്തിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. അതിന്റെ പ്രയാസവും അവർ പങ്കുവച്ചു. ഇന്നലെ TV പ്രസാദിനോട് ആനന്ദകുമാർ സംസാരിച്ചപ്പോഴാണ് അനന്തു കൃഷ്ണനെ തനിക്ക് പരിചയപ്പെടുത്തിയത് ലാലി വിൻസെന്റ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായാണ് എന്നോട് ലാലി വിൻസെന്റ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതായത് BTH വെച്ച് 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടിക്കിടെ അനന്തു കൃഷ്ണൻ കൊണ്ടുപോയി ആനന്ദകുമാറിനെ പരിചയപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ആനന്ദകുമാറിനെ ക്ഷണം അനുസരിച്ച് തിരുവനന്തപുരത്ത് ചെല്ലുന്നു, അദ്ദേഹത്തോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നു. പിന്നീട് ആ പരിചയം വളരുന്നു. അത് മാത്രമല്ല, ഈ ഇപ്പോൾ അവർ നൽകിയ അഭിമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഡോക്ടർ അരുൺ. അതായത് NGO കോൺഫെഡറേഷൻ, ആനന്ദകുമാറിന്റെ NGO കോൺഫെഡറേഷനിൽ അതിന് 75ഓളം NGOs അതിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് സന്നദ്ധ സംഘടനകളായി. ആ സന്നദ്ധ സംഘടനകളെല്ലാം കൊണ്ടുവരുന്ന സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള അവകാശമാണ്, അതിന്റെ ചുമതലയാണ് അനന്തു കൃഷ്ണന്റെ PSIക്ക് പ്രൊഫഷണൽ സർവീസസ് ഇന്നൊവേഷന് നൽകിയിരുന്നത്. ഇത് സംബന്ധിച്ചൊരു ഡീഡ് ഉണ്ടായിരുന്നു. അതാണ് ലാലി വിൻസെന്റ് പറയുന്ന പ്രധാന കാര്യം. ഇത് സംബന്ധിച്ചൊരു ഡീഡ് ഉണ്ടായിരുന്നു. ആ ഡീഡിൽ കൃത്യമായി നിയമപരമായി അനന്തു കൃഷ്ണനെ ആനന്ദകുമാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചുമതല നിർവഹിക്കുന്നതിനിടയിൽ കുറെ പേർ മാറി നിന്നു. ആനന്ദകുമാറും അനന്തു കൃഷ്ണനും മാത്രം അധ്വാനിച്ചപ്പോൾ മറ്റുള്ളവർ ഇത്തിൽ കള്ളികളായി ചുറ്റിൽ കൂടി. അങ്ങനെയാണ് ഇത് പരാജയപ്പെട്ടതെന്നൊക്കെയാണ് ലാലി വിൻസെന്റ് പറയുന്നത്. അതെന്ത് തന്നെയായാലും ഇവർ പറയുന്നതനുസരിച്ച് ഈ ഡീഡ് ഉണ്ടാക്കിയതിന്റെ രേഖകളെല്ലാം ലാലി വിൻസെന്റിന്റെ കൈവശമുണ്ടത്രേ. അങ്ങനെയാണെങ്കിൽ അത് കോടതിയിൽ വേണമെങ്കിൽ ഹാജരാക്കും. അതിനാണ് അനന്തു കൃഷ്ണൻ ലാലി വിൻസെന്റിനെ ഈ രേഖകളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവർ തമ്മിൽ ഇപ്പോൾ ആ ഇന്റർവ്യൂവിൽ നമ്മൾ വ്യക്തമായി കേട്ടതാണ്, ഒരു മകനെ പോലെ കൊണ്ടു നടന്നതല്ലേ, എന്നിട്ട് ഈ സമയം തള്ളി പറയുന്നു എന്നൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. എങ്കിലും പറയേണ്ട കാര്യം ഇതാണ്, ആനന്ദകുമാറിന്റെ കീഴിലുള്ള ഈ NGO കോൺഫെഡറേഷന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ജൂലൈയിൽ അദ്ദേഹം രാജിവെച്ചെങ്കിലും അത് കോൺഫെഡറേഷൻ ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടില്ല. ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന്റെ എല്ലാ നിയമപരമായ കുരുക്കുകളും അവിടെ ഇട്ട് ഒരു ചെയർമാന് ഇറങ്ങിപ്പോകാനാകില്ല. അങ്ങനെ ചെയർമാൻ രാജിവെക്കുന്നത് അംഗീകരിച്ചില്ല എന്നുള്ള കാര്യം കൂടെ അറിയുന്നുണ്ട്. ഏതായാലും ഇത് വലിയ കുരുക്കിലേക്ക് തന്നെ പോവുകയാണ് ഡോക്ടർ അരുൺ. ആനന്ദകുമാർ പറയുന്നതായാലും ലാലി വിൻസെന്റ് പറയുന്നതായാലും ഏതായാലും അനന്തു കൃഷ്ണനുമായി ഇവർക്ക് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ഇവർ രണ്ടുപേരും പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒരു മകനെ പോലെയൊക്കെ കണ്ടിരുന്നതാണ് അനന്തു കൃഷ്ണൻ ഈ കേസിൽ പെട്ടപ്പോഴാണ് പെട്ടെന്ന് ബാക്കിയുള്ളവരൊക്കെ തള്ളിപ്പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ ഡോക്ടർ അരുൺ. ഇത് 1-2 വർഷത്തെ പരിചയമല്ല എന്ന് ലാലി വിൻസെന്റ് തന്നെ സമ്മതിക്കുന്നുണ്ട്. 4-5 വർഷത്തെ പരിചയമുണ്ട് ലാലി വിൻസെന്റിന് ഈ അനന്തു കൃഷ്ണനും അനന്തകുമാറും തമ്മിലുള്ള ബന്ധമുണ്ട്. ഈ തട്ടിപ്പിന്റെ കോൺഫെഡറേഷൻ രൂപീകരിക്കുമ്പോൾ അതിന്റെ ചെയർമാനായി അനന്തകുമാർ വരുന്നു എന്നുള്ളതാണ്. അതിന് ലീഗൽ അഡ്വൈസറായിട്ട് വരുന്നതാവട്ടെ നമ്മുടെ ലാലി വിൻസെന്റുമാണ് എന്നുള്ളതാണ്. ലാലി വിൻസെന്റിന് അത്ര പെട്ടെന്ന് ഒഴിയാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ലാലി വിൻസെന്റ് പറഞ്ഞതനുസരിച്ച് ഇതിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമേറിയതാണ്. ഇതിൽ പല ഡീഡുകളും ഒക്കെ ഉണ്ടെങ്കിലും ആ ഡീഡുകളെല്ലാം ആത്യന്തികമായി അനന്തു കൃഷ്ണൻ ഉപയോഗിച്ചത് തട്ടിപ്പിന് വേണ്ടിയാണ്. അത് ലാലി വിൻസെന്റിന് എത്ര പങ്ക് കിട്ടി എന്നുള്ളതൊരു ചോദ്യമാണ്. അതേപോലെ AN രാധാകൃഷ്ണന്റെ പേരും കേട്ടു. അതേപോലെ ആനന്ദകുമാറിനും ഇതിൽ സാമ്പത്തിക ലാഭം ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അന്വേഷണത്തിൽ പുറത്തുവരേണ്ടത്. അനന്തു കൃഷ്ണനുമായുള്ള ബന്ധത്തിൽ AN രാധാകൃഷ്ണനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് BJP. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടിയന്തര വിശദീകരണം നേടിയിട്ടുണ്ട്. രാധാകൃഷ്ണന്റെ പ്രവർത്തനം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയതാരെന്നും പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. റോഷിപാൽ ചേരുന്നുണ്ട്. ഇന്ന് AN രാധാകൃഷ്ണൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. 11 മണിക്ക് കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, ഇതിൽ പ്രധാനമന്ത്രിയിലേക്കുള്ള വഴി BJP വഴിയല്ല എന്നത് മനസ്സിലായിട്ടുണ്ട്. അത് സായി ഗ്രാമത്തിലെ അനന്തകുമാർ വഴിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു പക്ഷേ ആരെങ്കിലും BJP പ്രവർത്തകർ AN രാധാകൃഷ്ണൻ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പാർട്ടി അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ പാർട്ടി മൊത്തത്തിൽ AN രാധാകൃഷ്ണന്റെ പേര്
പേര് ഇതിലേക്ക് വന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നതാണ് സംസ്ഥാന ഘടകത്തിന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെയാണ് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്, അല്ലേ റോഷി? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഒന്ന്, BJPയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് എൻ രാധാകൃഷ്ണൻ. അങ്ങനെയുള്ള എൻ രാധാകൃഷ്ണൻ ഈ പകുതി വില തട്ടിപ്പിന് ഭാഗമായോ എന്ന് സംശയിക്കുന്ന രീതിയിൽ പ്രചാരമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ എൻ രാധാകൃഷ്ണനിൽ നിന്നും ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഒരു പക്ഷേ വിശദീകരണം നൽകാനുള്ള സാധ്യതയുണ്ട്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം എൻ രാധാകൃഷ്ണനും അനന്തുകൃഷ്ണനും, തട്ടിപ്പിന് നേതൃത്വം നൽകിയ അനന്തുകൃഷ്ണനും ഒരുമിച്ച് നടത്തിയ പരിപാടികളുടെ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനന്തുകൃഷ്ണന്റെ തട്ടിപ്പിന് എൻ രാധാകൃഷ്ണൻ അറിഞ്ഞു തന്നെ സഹായം നൽകിയോ എന്ന ഒരു സംശയം ബലപ്പെടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കാര്യത്തിൽ എന്താണ് വീഴ്ച സംഭവിച്ചതെന്ന വിശദീകരണം നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന അധ്യക്ഷൻ നൽകിയത്. ആ വിശദീകരണം ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള അനന്തുകൃഷ്ണന്റെ ചിത്രവും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ കൂടിക്കാഴ്ച നടത്തിയത് ആരുടെ അനുമതിയോടാണ്, ആരാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത് എന്നടക്കമുള്ള സംശയമുണ്ട്. ഈ കാര്യത്തിൽ BJPയുടെ ഏതെങ്കിലും നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടോ, BJP നേതാക്കൾ സഹായം നൽകിയിട്ടുണ്ടോ എന്ന കാര്യമടക്കം സംസ്ഥാന നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത് വ്യാപകമായി പ്രചരിക്കപ്പെടുന്നു. മാധ്യമങ്ങളിലൊക്കെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഈ തട്ടിപ്പുകാരനായ അനന്തുകൃഷ്ണനുള്ള ചിത്രമുണ്ട്. ഈ CSR ഫണ്ടിന്റെ മറവിൽ നടത്തിയ ഈ വലിയ തട്ടിപ്പ്, അതിന് ഒട്ടേറെ പേർ ഇരകളായിട്ടുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ ഇരകളായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് BJP നേതൃത്വം തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ എൻ രാധാകൃഷ്ണനും അടിയന്തരമായി സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടിയിരിക്കുന്നത്. ഇന്ന് എൻ രാധാകൃഷ്ണൻ റോഷിപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 11 മണിക്ക് കാര്യങ്ങൾ വിശദീകരിക്കും. ഇന്നലെ പക്ഷേ മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ എൻ രാധാകൃഷ്ണൻ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ BJP വിശദീകരണം ചോദിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. ഇപ്പോൾ ആനന്ദകുമാർ നമുക്കൊപ്പം ടെലിയിൽ ഉണ്ട്. ശ്രീ ആനന്ദകുമാർ, നമസ്കാരം. ഈ കേസിൽ താങ്കൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളതിൻ്റെ വിശദീകരണം ഞങ്ങൾ കേട്ടു. താങ്കൾ TV പ്രസാദമായി സംസാരിക്കുന്നതും ഞങ്ങൾ കേട്ടു. ഇനി ഞങ്ങൾക്ക് അറിയേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എങ്ങനെയാണ് സായി ഗ്രാമത്തിൻ്റെ മേൽവിലാസം ഈ അനന്തകുമാർ ഉണ്ടാക്കിയത്? ക്ഷമിക്കണം, അനന്തകൃഷ്ണൻ ഉണ്ടാക്കിയത്. ശ്രീ അനന്തകുമാർ, അദ്ദേഹം ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ സായി ഗ്രാമത്തിന്റെ പരിപാടികൾക്കൊക്കെ വരുമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ പരിപാടി വന്നപ്പോൾ അയാൾക്കും കൂടെ ചാൻസ് വേണം, നമ്മൾ പോകണു എന്നുള്ള അറിഞ്ഞപ്പോൾ അയാൾക്കും കൂടെ ഒരു ചാൻസ് വേണമെന്ന് പറഞ്ഞു. അതിന്റെ ബാനറിലാണ് നമ്മളത് അയാൾ നമ്മുടെ ഒപ്പം വന്നത്. അതായത് ഈ അനന്തകൃഷ്ണൻ പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ താങ്കളാണ് അതിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തത്, അല്ലേ? അതെ 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 അതെ. താങ്കൾക്ക് ഈ സൗകര്യം ഏർപ്പെടുത്തി തന്നത് ഈ എൻ രാധാകൃഷ്ണനാണോ? അല്ലല്ലോ, ഒരിക്കലും ഇല്ല. എനിക്ക് നേരിട്ടുള്ള കണക്ഷനാണ്. നേരിട്ടാണ്. ഈ തട്ടിപ്പൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ പ്രോജക്റ്റ് താങ്കളാണ് വിശദീകരിച്ചത് എന്നാണ് ലാലി വിൻസെന്റ് ഇപ്പോൾ പറയുന്നത്. ഇതെല്ലാം താങ്കളുടെ ആശയമായിരുന്നുവെന്ന്. ഒന്നുമില്ല, ഒരിക്കലും ഇല്ല. മാത്രമല്ല, ഞങ്ങളുടെ ഇതിനൊരു ട്രസ്റ്റ് ഉണ്ട്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രകാരമാണ് നാഷണൽ NGOs കോൺഫെഡറേഷൻ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഈ അനന്തകൃഷ്ണനെ എങ്ങനെയാ ആദ്യം അറിയുന്നത് ശ്രീ അനന്തകുമാർ? അല്ല, ഇത് കേട്ടോ, ആ ട്രസ്റ്റ് ഡീഡിൽ പോലും ഇതിന്റെ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ ഉത്തരവാദിത്വവും സാമ്പത്തിക കാര്യങ്ങളും അനന്തകൃഷ്ണനും അനന്തകൃഷ്ണന്റെ കമ്പനിക്കും ആണെന്ന് ട്രസ്റ്റ് ഡീഡിൽ പോലും രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അല്ല, ഈ അനന്തകൃഷ്ണനെ എങ്ങനെയാ നിങ്ങൾ പരിചയപ്പെടുന്നത് അനന്തകുമാർ? എന്റെ അടുത്ത് ഒരു 5-6 വർഷം മുമ്പ് ലാലി വിൻസെന്റ് ആണ് അനന്തകൃഷ്ണൻ എന്റെ ഓഫീസിൽ കൊണ്ടുവരുന്നത്. ഒരു ഫണ്ടിന്റെ കാര്യം. BTH ഹോട്ടൽ, ഭാരത് ടൂറിസ്റ്റ് ഹോം എന്ന ഹോട്ടലിൽ പോയിരുന്നു. ആ സമയത്താണോ ആദ്യ കൂടിക്കാഴ്ച? അല്ലല്ല, ലാലി വിൻസെന്റ് അനന്തുവിനെയും കൊണ്ട് എന്റെ ഓഫീസിലാണ് ആദ്യം വരുന്നത്. ലാലി വിൻസെന്റ് പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് താങ്കൾ പരിചയപ്പെടുന്നത് തന്നെ, അല്ലേ? അതെ, 100%. അങ്ങനെയാണല്ലോ. അല്ലാണ്ട് വേറെ എനിക്ക് എന്റെ ശാസ്ത്രമംഗലത്തുള്ള ഓഫീസിൽ വർഷങ്ങൾക്ക് മുമ്പ് ലാലി വിൻസെന്റ് ആണ് ഇയാളെ വിളിച്ചുകൊണ്ട് വരുന്നത് ഒരു ഫണ്ടിന്റെ കാര്യം സംസാരിക്കാൻ. അത് എത്ര വർഷമായിട്ടുള്ള? ഒരു 5 വർഷം കഴിഞ്ഞിട്ടുണ്ട് മുമ്പാണോ? 6 വർഷം, 5-6 വർഷമായിട്ടുണ്ട്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് വരുന്നു. ഈ എറണാകുളത്ത് BTH ഹോട്ടലിൽ വെച്ച് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? ആരായിട്ട്? ഈ അനന്തകൃഷ്ണനും ലാലി വിൻസെന്റുമായിട്ട്. ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഒരു കൂടിക്കാഴ്ച. എല്ലാം BTHലാണ് ഞാൻ സ്ഥിരമായിട്ട് താമസിക്കുന്നതും. മാത്രമല്ല, BTHലാണ് അവിടെയുള്ള ആ കാലത്തുള്ള യോഗങ്ങളെല്ലാം നടന്നത്. ഈ CSR ഫണ്ട് ഇതിലേക്ക് പൂൾ ചെയ്യാമെന്ന് താങ്കൾ എന്തെങ്കിലും ഉറപ്പ് കൊടുത്തിരുന്നോ ആർക്കെങ്കിലും? ഒരു ഉറപ്പില്ല. അതിന് ക്വാളിഫൈഡ് അല്ലല്ലോ അവര്.
CSR ഫണ്ടിന്റെ C എന്നുള്ളത് കിട്ടാൻ പോലും ക്വാളിഫൈഡ് അല്ലല്ലോ അനന്തുവിന്റെ ഈ 4 കമ്പനിയും. ഈ അനന്തുവിന്റെ ഇങ്ങനൊരു പ്രോജക്റ്റുമായിട്ട് വന്നപ്പോൾ താങ്കൾ അതിൽ സഹകരിക്കാമെന്ന് തീരുമാനിച്ചത് എന്താണ്? അല്ല, സ്വാഭാവികമായിട്ടും NGOസിന് ഗുണപ്രകാരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അന്നും ഞങ്ങളുടെ മിനിറ്റ്സിൽ എഴുതി വെച്ചു ഇതിന്റെ സാമ്പത്തിക ഭാരവും അതിൽ നിയമപരമായ ഉത്തരവാദിത്വം അനന്തകൃഷ്ണന്റെ കമ്പനിക്കാണ്. പക്ഷേ ഇതിന്റെ പണം കിട്ടണമല്ലോ. 60,000 കൊടുത്താൽ 1,20,000 എന്ന് പറയുമ്പോൾ വീണ്ടും 60,000 വേണം. ആ പണം എവിടെ നിന്ന് വരുന്നു എന്നാണ് വിശ്വസിപ്പിച്ചത്. അതെ, അന്ന് ഞങ്ങളെ ബോധിപ്പിച്ചത് മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് ചെയ്യണമെന്നാണ്. മാർക്കറ്റിംഗ് ഫണ്ട് എന്ന് വെച്ചാൽ അതായത് കമ്പനികൾ മാർക്കറ്റിംഗ് ഫണ്ട് മാറ്റിവെക്കുമല്ലോ. CSR അല്ല, മാർക്കറ്റിംഗ് ഫണ്ട് വേറെയാണ്. മാർക്കറ്റിംഗ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്കൂട്ടർ വിൽക്കണമെങ്കിൽ ആ കമ്പനി ആ സ്കൂട്ടർ വിൽപ്പനയ്ക്കുള്ള മാർക്കറ്റിംഗ് ഫണ്ട്, അഡ്വർടൈസ്മെന്റ്, അങ്ങനെയുള്ളതാണ് മാർക്കറ്റിംഗ്. ഞാൻ ഇതുവരെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ഇയാളാണ് അത് പറഞ്ഞത്. മാർക്കറ്റിംഗ് ഫണ്ട് ഓരോ കമ്പനികളും അവരുടെ സാധനങ്ങൾ വിൽക്കുവാനായിട്ട്. CSR ഫണ്ട് ലാഭത്തിന്റെ വിഹിതമാണ്. അതെ, അല്ല, അപ്പൊ താങ്കളോട് പറഞ്ഞത് മാർക്കറ്റിംഗ് ഫണ്ട് എന്നാണ്. മാർക്കറ്റിംഗ് ഫണ്ട് താങ്കളോട് പറഞ്ഞത് മാർക്കറ്റിംഗ് ഫണ്ട് എന്നാണ്, CSR എന്നാണ്. മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യണോ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഒരു നിമിഷം അങ്ങ് തുടരണം ലൈനിൽ. എനിക്കറിയാം താങ്കൾക്കൊപ്പം ഇപ്പോൾ ലാലി വിൻസെന്റ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. അതിനകത്തൊരു കൺഫ്യൂഷൻ നമുക്ക് തീർത്തേക്കാം. ലാലി വിൻസെന്റ്, നമസ്കാരം. ലാലി വിൻസെന്റ്, ഇപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാം. നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ നിർഭാഗ്യകരമാണ്. പക്ഷേ അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ രണ്ടുപേരെയും അതിൽ ക്ഷണിച്ചത്. ലാലി നേരത്തെ പറഞ്ഞത് ഈ അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് അനന്തകുമാറാണ് എന്നാണോ, അതോ അനന്തകൃഷ്ണനാണ് അനന്തകുമാറിനെ പരിചയപ്പെടുത്തിയതെന്നാണോ? പക്ഷെ താങ്കളാണ് അനന്തകുമാറിനെ പരിചയപ്പെടുത്തിയതെന്നാണല്ലോ ശ്രീ അനന്തകുമാർ പറയുന്നത്. ലേബി സജീന്ദ്രൻ, ക്ഷമിക്കണം, പറയാവോ? പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നു അനന്തകുമാർ സാറിന് ചെറിയ ഓർമ്മപ്പിശക് വന്നിട്ടുണ്ടാകും. ഞാൻ 2019 അവസാനത്തിലാണ് ഈ അനന്തുവിനെ തന്നെ കാണുന്നത്. അപ്പൊ അനന്തുവിന്റെ അടുത്ത് കേസ് കൊണ്ടുവരുന്നത് 2019 അവസാനമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉടനെ കോവിഡ് ആയതുകൊണ്ടാണ് ഞാനത് ഓർത്തിരിക്കുന്നത്. ഓഫീസിലേക്ക് ലാലി വിൻസെന്റ് പോയിരുന്നോ? ഞാനൊന്ന് പറയട്ടെ, എനിക്ക് ഒന്നാമത്തെ ശബ്ദം അടച്ചിരിക്കുക. ഹലോ, പറഞ്ഞോളൂ. ശാസ്ത്രമംഗലത്തെ ഓഫീസ് എനിക്കറിയാം. ശാസ്ത്രമംഗലത്ത് ഞാൻ പോയിട്ടില്ല, എനിക്കറിയില്ല ഓഫീസ്. ഒരു നിമിഷം. അനന്തകുമാർ ലാലി വിൻസെന്റ് ഒരു പാർട്ടി നേതാവാണ്, അഡ്വക്കേറ്റ് ആണ്. ശാസ്ത്രമംഗലത്തെ ഓഫീസ് അറിയില്ല, അവിടെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അനന്തകുമാർ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. രണ്ടുപേരും വന്ന കാര്യമാണ് എനിക്കറിയാവുന്നത്. ലാലി, ഓക്കെ അനന്തകുമാർ, ഒരു നിമിഷം ലാലി പറഞ്ഞു തീർക്കട്ടെ. പറഞ്ഞോളൂ. ഞാനൊന്ന് പറയട്ടെ. ഒരു ദിവസം അനന്തു കൃഷ്ണൻ ഒരു ദിവസം എന്റെ ഓഫീസിൽ വന്ന് പോകുമ്പോൾ BTH അനന്തകുമാർ സാറിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ അനന്തകുമാർ? അയ്യോ, പരിചയപ്പെടേണ്ട വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞ് എന്നെ BTH കൊണ്ടുപോയി ആ പരിപാടിയിൽ ഇരുത്തി. ഞാൻ അതിൽ പങ്കെടുത്തു. ഒരു ബിഷപ്പിന്റെ സഹോദരനും ഉണ്ടായിരുന്നു. വേറെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന 4 പേര് 5 പേരോ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യമായി കണ്ടത്. അത് 2019 അവസാനത്തിലാണ്. അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം ഞാൻ തമ്മിൽ എറണാകുളത്തൊരു ഓഫീസ് തുടങ്ങുന്ന കാര്യം, ജൈവവളത്തിന്റെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഏതെങ്കിലും പൂട്ടിക്കിടക്കുന്ന സ്കൂളിന്റെ വരാന്തയിലോ എവിടെയെങ്കിലും വെച്ച് വിറ്റ് ഒരു സാധാരണക്കാർക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിലാക്കാവോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചിരുന്നു. ആരെയെങ്കിലും ഏർപ്പാടാക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം അടൂർ പ്രകാശ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വരാനായിട്ട് എനിക്ക് ഇൻവിറ്റേഷൻ അയച്ചിരുന്നു. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒരു ദിവസം ഞാൻ അനന്തു കൃഷ്ണനെയും കൂട്ടി അദ്ദേഹത്തിന്റെ ഈ ആളുകൾ താമസിക്കുന്ന സ്ഥലം, അത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി ഓൺ ദ റൂട്ടാണ്, കാറിലാണ് ഞാൻ പോയത്. അവിടെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അനന്തകുമാർ സാറിന്റെ ഓഫീസിൽ അവിടെ ഇരുന്നു, വർത്തമാനം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ കഞ്ഞി കുടിച്ചു, ചുറ്റി നടന്ന് അവിടെയെല്ലാം കണ്ട് മനസ്സിലാക്കി ഞാൻ തിരിച്ചു പോന്നു. മനസ്സിലായി. ലാലി വിൻസെന്റ്, ഒരു നിമിഷം ലാലി വിൻസെന്റ് പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് അനന്തകൃഷ്ണനെ വിശ്വസിച്ചത് എന്നാണ് അനന്തകുമാർ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ഓർമ്മപ്പിശകായിരിക്കും. ഞാൻ അനന്തകൃഷ്ണനെ ആദ്യമായി കാണുന്നത് 2019 ശരി, ഒരു നിമിഷം ലാലി വിൻസെന്റ്, മനസ്സിലായി. ശ്രീ അനന്തകുമാർ, അത് അങ്ങയുടെ ഒരു ഓർമ്മപ്പിശകാണോ ലാലി വിൻസെന്റ് പറയുന്നത് പോലെ?
ഓർമ്മ പിശകാണെങ്കിൽ ഓർമ്മയുടെ പിശകുള്ളപ്പോൾ ഞങ്ങൾ ഈ പ്രസ്ഥാനമെല്ലാം നിർത്തും. നമ്മൾ ഓർമ്മ പിശക ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്, അല്ലാതെ നമുക്കിപ്പോ ഇതിനകത്ത് വളച്ചൊടിക്കേണ്ട കാര്യങ്ങൾ. അതെ, മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും പൊതുസമൂഹത്തിൽ നിൽക്കുന്നയാളാണ്. താങ്കൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ആ രീതിയിൽ ഒരു വ്യക്തിത്വമായി മാറിയാണ്. ഒരു ചെറിയ കാര്യത്തിന് കളവ് പറയേണ്ടതോ ഓർമ്മ പിശകിന്റെ ആവശ്യമില്ലല്ലോ. ഏതാണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഇത് വെറുതെ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. എന്താണെങ്കിലും ഇവർ അനന്തുവിനെ എന്റെ ഓഫീസിൽ കൊണ്ടുവന്ന ഒരു ഫണ്ടിന്റെ കാര്യം സംസാരിക്കാനായിട്ടാണ് വന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായിരുന്നു എന്റെ ആദ്യത്തെ മീറ്റിംഗ്. അത് കാരണം ഞാൻ തൽക്കാലം നിർത്തുന്നു. ഓക്കെ. ലാലി, ഇതാണ് അനന്തകുമാർ പറയുന്നത്. തെറ്റാണ്, 100% തെറ്റാണ്. അദ്ദേഹം നിയമ നടപടികൾ നേരിടേണ്ടി വരും. എനിക്ക് ഒരു ഫണ്ടിനെ കുറിച്ചും ചർച്ച ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ഫണ്ട്, ഏത് ഫണ്ട്? അദ്ദേഹം പറഞ്ഞല്ലോ, ഇന്നലെയും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ പേപ്പറുകൾ ഹാൻഡ് ഓവർ ചെയ്തെന്ന്. അപ്പൊ ട്രസ്റ്റിന്റെ പേപ്പറുകൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ. ആ ട്രസ്റ്റിന്റെ പേപ്പറുകൾ ഹാൻഡ് ഓവർ ചെയ്തത് അനന്തകുമാർ അങ്ങ് തുടരുന്നുണ്ടോ? അത് പറയാൻ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്തു, എന്ത് ഫണ്ട്, ആ പേപ്പറുകൾക്ക് എന്ത് സംഭവിച്ചു, ഇദ്ദേഹം എന്ത് ഫോളോ അപ്പ് ചെയ്ത്. അനന്തകുമാർ ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ലാലി വിൻസിന്റെ മനസ്സിലായി. ഇതിൽ എനിക്കിനി അറിയേണ്ട ഒരു കാര്യം, ലാലി വിൻസ്, ഇതൊക്കെ ഇനിയിപ്പോ അന്വേഷണത്തിൽ വരുന്ന കാര്യമാണ്. ഇതെന്തായാലും എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയട്ടെ. പക്ഷെ ലാലി വിൻസിന്റെ എനിക്കൊരു സംശയമുണ്ട്. അതെ, തീർച്ചയായിട്ടും ലാലി വിൻസെന്റിന് ഇതൊരു CSR ഫണ്ടാണെന്ന് അറിയാമായിരുന്നു. CSR ഫണ്ട് വഴിയാണ് ഈ പണം ഈ ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്, ഗുണഭോക്തൃ വിഹിതത്തിന്റെ കൂടെ നൽകുന്നത് എന്നത് അറിയാമായിരുന്നു ലാലിക്ക്. ഈ ലേമിൽ വെച്ചുള്ള ഇവരുടെ മീറ്റിങ്ങുകളുടെ മുഴുവൻ ക്ലിപ്പിംഗ്സും പത്രങ്ങളും എങ്കിൽ അതിൽ CSR ഫണ്ട് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് NGOs ഡെവലപ്പ് ചെയ്യേണ്ടതെന്നും ഇത് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവന്നാലാണ് CSR ഫണ്ട് ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നും അവിടെ 2-3 ദിവസത്തെ സെമിനാർ എല്ലാവരും വന്നിരുന്ന് കേൾക്കുകയും. ആനന്ദകുമാർ ഈ CSR ഫണ്ടിന്റെ കാര്യം പറഞ്ഞതായിട്ട് താങ്കൾ ഓർമ്മിക്കുന്നുണ്ടോ ലാലി? ഇല്ല, ആനന്ദകുമാർ തന്നില്ല എന്നാണ് ഞാൻ. ഈ CSR ഫണ്ടാണ് എന്നുള്ളത് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ആനന്ദകുമാർ പറയുന്നത് അത് ആനന്ദകുമാറിന് അറിയില്ലായിരുന്നു. മാർക്കറ്റിംഗ് ഫണ്ട് എന്നാണ് അനന്തകൃഷ്ണൻ പരിചയപ്പെടുത്തിയത് എന്നാണ്. അനന്തകുമാറിന് CSRനെ കുറിച്ച് ധാരണയില്ലായിരുന്നു എന്നാണ്. ഇവരുടെ ഡീഡുകളൊക്കെ പോലീസിന് കിട്ടുമല്ലോ. ഓക്കെ, ആ ഡീഡിൽ തെളിയട്ടെ. ഇനി എനിക്കറിയേണ്ട ഒരു കാര്യം, നമുക്ക് അത് അധികം നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല. എനിക്കറിയാം താങ്കൾക്ക് വോയിസിന്റെ ചെറിയ പ്രശ്നമുണ്ട്. ഒറ്റ കാര്യം, ഈ നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിലാണെന്ന് തോന്നുന്നു അനന്തകൃഷ്ണന്റെ ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയും രേഖകൾ കൈമാറാനോ ഒക്കെ പോയിട്ടുണ്ടോ? കൈമാറേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ കൈവീശിയാണ് പറഞ്ഞത്. ഫുട്ടേജ് നോക്കി അറിയാം. പോകുന്നതും കൈവീശിയാണ്, വരുന്നതും കൈവീശിയാണ്. അവിടെ അവര് കുറെ പേപ്പറുകളും പ്രിന്റ്. മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടി, ഈ നേരത്തെ ഈ അനന്തകൃഷ്ണൻ ഒരു തട്ടിപ്പിൽ ഉൾപ്പെട്ടയാളാണെന്നും റിമാൻഡിലായിരുന്നു എന്നുള്ള വിവരവും ലാലിയെ പോലൊരു അഭിഭാഷക അറിയാതെ പോയതാണോ? ഇതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അയാൾ പറഞ്ഞത് ഏതോ ഒരു പൈസയുടെ ഇടപാട്, അത് നിസ്സാര പൈസ ആയിരുന്നു. അതിന് ഒരു പരാതിക്കാരൻ ഒരു വക്കീലായിരുന്നു. വക്കീലിന് കൊടുക്കാനുള്ള പൈസ കൊടുക്കാതെ വക്കീല് കേസ് കൊടുത്തു. അതിൽ അയാൾ ജയിലിൽ പോയി 2 ദിവസം റിമാൻഡിലിരുന്നു. ഇറങ്ങി വന്നു, വക്കീലിന് പൈസ കൊടുത്തു, കോംപ്രമൈസ് ചെയ്തു. ആ വക്കീലുമായി നല്ല സൗഹൃദ ബന്ധം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങനെയുള്ള ഒരാളുമായിട്ടൊരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ഇടപാട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല. ഞാൻ അപ്പോഴൊന്നും അറിയില്ല. ഈ സംഭവങ്ങളുടെ ഇടയിൽ ഈ പണം കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടായപ്പോൾ ഇയാള് തന്നെ 2 പേരോട് ഇരുന്ന് ഞാൻ ആർക്ക് പണം കൊടുത്താൽ മുഴുവൻ എന്തിനിടപെട്ടാൽ മുഴുവൻ ധനമാണ്. അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ചതി മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. കുമാർ രക്ഷപ്പെടാൻ ശ്രമിക്കും. ഒരു കാര്യം കൂടി ലാലി, ക്ലാരിറ്റി വിഷയമുണ്ട്. അത് ശബ്ദം ഇടറുന്നത് കൊണ്ടാണോ ടെലിഫോണിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കൊരു വ്യക്തതയില്ല. അതായത് ഗീതാകുമാരി എന്ന സ്ത്രീയുടെ പേര് പറയുന്നില്ലേ, ഈ ഗീതാകുമാരി കൃഷ്ണ റേഞ്ച് ഇഷ്യൂ ആണ്. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കാം, അതിനകത്ത് നമുക്ക് പിന്നീട് വിശദമായി നമുക്ക് ലേബി വന്ന് സംസാരിക്കും. ഒറ്റ കാര്യം കൂടി, ഈ മരുമകൾ എപ്പോഴെങ്കിലും ഈ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടോ ഈ അനന്തകൃഷ്ണന്റെ? ലാലി കേൾക്കാമോ?
ലാലി, എന്റെ ചോദ്യം ഇതായിരുന്നു, മരുമകളാണ് അവസാനത്തെ ദിവസം വന്ന് താക്കോൽ പൂട്ടി കെയർ ടേക്കറെ ഏൽപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ? ലാലി, കേൾക്കാമോ? ലാലി, അത് തോന്നുന്നു അതിനകത്ത് ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്. യാത്രയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ തെളിവുകൾ നശിപ്പിച്ചു ലാലി വിൻസെന്റ് എന്ന രീതിയിൽ ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. അതിന്റെ ഭാഗമായി ലാലി വിൻസെന്റ് മരുമകളെ ആ ഫ്ളാറ്റിലേക്ക് വിട്ടു എന്ന തരത്തിലൊരു ആരോപണം ഉയരുന്നുണ്ട്. അത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. മരുമകൾ ആ ഫ്ളാറ്റിൽ വന്നിട്ടുണ്ട്. മരുമകൾ ഫ്ളാറ്റിൽ വന്നിട്ടുണ്ട്. എൻ്റെ പേരക്കുട്ടി വന്നിട്ടുണ്ട്. അവിടെ ദിവസങ്ങളിലും ഞാൻ പോകുമ്പോഴും എൻ്റെ പേരക്കുട്ടി രാത്രി അവിടെ ഇരിക്കേണ്ടി വന്നാൽ അവൻ സമ്മതിക്കില്ല എന്റെ കൂടെ ഇരിക്കാൻ. അവസാനം കൊടുക്കുന്നത് ഈ മരുമകളാണോ? അല്ല, താക്കോൽ മരുമകൾ കൊടുത്തിട്ടില്ല. മരുമകൾ അവിടെ പോയിട്ടുണ്ട്. ഈ അവസാന കേസ് വന്നതിന് ശേഷം പിന്നെ മരുമകൾ പോയിട്ടുണ്ടോ അവിടെ? ഈ വാർത്ത പുറത്ത് വന്നതിന് ശേഷം? വാർത്ത വന്നതിന് ശേഷമാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ പറയാം. അതായത് ഞായറാഴ്ച രാത്രി, കേൾക്കാവോ? കേൾക്കാം. ഞായറാഴ്ച രാത്രി 2:30 മണിക്ക് ഈ അനന്തു കൃഷ്ണന്റെ ഒരു സ്റ്റാഫ് ഫോൺ ചെയ്തിട്ട് കാർ എടുക്കാനോ അകത്ത് കയറാനോ ഫ്ളാറ്റിന്റെ താക്കോലുകൾ കൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല എന്ന് എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ 2:30 മണിക്ക് ഞാൻ രാജേഷിനെ വിളിച്ചാൽ എനിക്കൊന്നും അറിയില്ല, വിളിച്ചു നോക്കാന്ന് പറഞ്ഞു. 2 മണിക്ക് ഞാൻ രാജേഷിനെ വിളിച്ചു. 2:30 മണിക്ക് ഞാൻ രാജേഷിനെ വിളിച്ചപ്പോ രാജേഷ് ഫോൺ എടുത്തില്ല. രാവിലെ ഞാൻ രാജേഷിനെ വിളിച്ചപ്പോ രാജേഷ് പറഞ്ഞു പോലീസ് അകത്ത് കഴിയാൻ സാധിക്കില്ല, സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല, വന്ന പോലീസിനെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു രാജേഷ് ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് താക്കോല് മേടിക്കും. ആ താക്കോല് മേടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് താക്കോൽ ഏൽപ്പിച്ചിട്ട് പോകാമല്ലോ. ബാക്കി അനന്തകൃഷ്ണനും പോലീസും തമ്മിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യട്ടെ. താക്കോല് തന്നില്ലെങ്കിൽ അവര് വാടക തരേണ്ടി വരില്ലേ? അവർക്ക് വാടക തരാൻ മാർഗമുണ്ടെന്ന് തോന്നണില്ല എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. അപ്പൊ രാജേഷ് പറഞ്ഞു, മേഡം ആ താക്കോല് കൊടുത്തു വിട്ടേക്കൂ, ഞാൻ മേടിച്ചോളാന്ന് പറഞ്ഞു. പറഞ്ഞപ്പോ ഈ വന്ന പയ്യനോട് ഞാൻ പറഞ്ഞു, താക്കോല് രാജേഷ് മേടിച്ചോളും, കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ പോയില്ല. അവൻ വെപ്രാളം പിടിച്ച് അവൻ എങ്ങോട്ടോ പോയി, എനിക്കറിയാൻ പാടില്ല. അവൻ താക്കോലും കൊണ്ട് പോയിരുന്നു. അവൻ പോയപ്പോ അവന്റെ കയ്യിൽ ഒരു മരുന്നിന്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, മരുന്നിന്റെ പാക്കറ്റ്. അത് എന്റെ മേശപ്പുറത്ത് വെച്ചിട്ടാണ് പോയത്. ആ മരുന്നിന്റെ പാക്കറ്റ് മേശപ്പുറത്ത് വെച്ചപ്പോ ഇവള് പച്ചക്കറി വാങ്ങാൻ വേണ്ടി ആ കടയിൽ പോകാൻ ഇറങ്ങുന്നുണ്ട്. തൊട്ട് മുമ്പിലെ കടയിൽ നിന്ന് പച്ചക്കറി മേടിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, നീ പുറകെ പോയി ഇതാ പാക്കറ്റ് ആ കൊച്ചിന് കൊടുക്കുക, അവന്റെ മരുന്നാണെന്ന് പറഞ്ഞ് ഞാനത് ഇവളുടെ കയ്യിൽ കൊടുത്തു. ഇവളവിടെ ചെന്ന് നോക്കി ചെക്കനെ കണ്ടില്ല. അപ്പൊ അവള് നേരെ എന്ത് ചെയ്ത്, അവൻ പോയത് അശോകയിലോട്ടാണല്ലോ, അവള് നേരെ ആ മരുന്നിന്റെ പാക്കറ്റ് കൊണ്ട് രാജേഷിനെ ഏൽപ്പിച്ചു, തിരിച്ചു പോന്നു. അതൊരു മരുന്നിന്റെ പാക്കറ്റ് ആയിരുന്നു, താക്കോലായിരുന്നില്ല. ശരി, അപ്പോൾ ചുരുക്കത്തിൽ സംഭവിച്ചത്. ഇതിന്റെ ഒരു സാമ്പത്തിക നേട്ടവും ലാലിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ ലാലി? എനിക്ക് ഫീസ് കിട്ടിയിട്ടുണ്ട്. അത് ഏകദേശം എത്ര രൂപ കിട്ടിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാമെങ്കിലും പലപ്പോഴായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പലപ്പോഴായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് 40 ലക്ഷത്തോളം വരുമായിരിക്കും. എത്രയാ? 40, ഉദ്ദേശം 40 ലക്ഷത്തോളം. 40 ലക്ഷത്തോളം രൂപ വക്കീൽ ഫീസ് ഇനത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അത്ര ഇടപാടേ നടന്നിട്ടുള്ളൂ. അത് 2 കൊല്ലത്തിനുള്ളിലാണ്, ഈ 2 വർഷത്തിനുള്ളിലായിരിക്കും കേട്ടോ. 2 വർഷത്തിനുള്ളിൽ 40 ലക്ഷം വക്കീൽ ഫീസ് കിട്ടി. അതെ, 2 വർഷത്തിനുള്ളിലായിരിക്കും. എന്റെ അക്കൗണ്ട് ഒന്ന് നോക്കണേ. മനസ്സിലായി. ഓക്കെ, താങ്ക് യു ലാലി, കാര്യങ്ങൾ വ്യക്തമാക്കിയതിന്. ലാലി വിൻസെന്റ് ആണ് നമുക്കൊപ്പം ചേർന്നത്. 2 വർഷത്തിനുള്ളിൽ 40 ലക്ഷം വക്കീൽ ഫീസ് ഇനത്തിൽ കിട്ടിയെന്ന് ലാലി വിൻസെന്റ് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. കോടികളുടെ തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണന്റെ കമ്പനിയിൽ നിന്ന് വക്കീൽ ഫീസായി കോൺഗ്രസ് നേതാവും അഡ്വക്കേറ്റുമായ ലാലി വിൻസെന്റ് കൈപ്പറ്റിയത് 40 ലക്ഷം രൂപയാണെന്ന് ലാലി വിൻസെന്റ് തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇരകളായ മലപ്പട്ടം സ്വദേശിനികൾ ആയ നിരവധി സ്ത്രീകൾക്കും പണം നഷ്ടമായിട്ടുണ്ട്. ആര്യ, സൗമ്യ, ഷീബ എന്നിവർ തത്സമയം നമുക്കൊപ്പം ചേരും. ആര്യ നമസ്കാരം, സൗമ്യ നമസ്കാരം, ഷീബ നമസ്കാരം. എല്ലാവർക്കും എത്ര രൂപ വീതം പോയി ആര്യ?
നമസ്കാരം സാർ. 60,000 സൗമ്യക്കും ഷീബയ്ക്കും 60,000 റുപ്യ പോയി എൻ്റെ വണ്ടിക്കടച്ച്. എൻ്റേത് 91,500 രൂപ. എൻ്റേത് 60,000 രൂപ. ഓരോരുത്തർക്കും എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകിയത്, ഓരോരുത്തരെയും ആരാണ് സമീപിച്ചത് എന്നുകൂടി ഒന്ന് പറയാമോ? 3 പേരും. എന്നെ സമീപിച്ചത് മലപ്പട്ടത്തെ ഒരു പ്രൊമോട്ടറാണ്. ഒരെന്നോട് പറഞ്ഞത് ഇതിൽ 320 റുപ്യ കൊടുത്തിട്ട് മെമ്പർഷിപ്പ് എടുത്താൽ ഒരു ഫോമും കൂടി ഉണ്ട്, അത് ഫില്ല് ചെയ്ത് തന്നിട്ട് 60,000 റുപ്യ, അതായത് വണ്ടിക്ക് പകുതി 50% ഇതായിട്ട് വണ്ടി കിട്ടുന്നതാണ് പറഞ്ഞത്. 60,000 റുപ്യ അടച്ചാൽ, എന്നിട്ട് ജൂലൈ 7-ാം തീയതി ഇന്ന ടൈമിനുള്ളിൽ പൈസ നിങ്ങൾ അടക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പൈസ 60,000 കൊണ്ടുപോയിട്ട് കാനറ ബാങ്കിൽ നിന്ന് ഞാൻ അടക്കുക ഇതിന്. മറ്റു 2 പേരുമോ? വണ്ടി കിട്ടുന്നതാണ്, 100 ദിവസത്തിനുള്ളിൽ വണ്ടി കിട്ടുന്നതാണ് ഞങ്ങളോട് പറഞ്ഞത്. 100 ദിവസമായിട്ടും വണ്ടി കിട്ടാഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ എന്നെ സമീപിച്ചത് മലപ്പുറത്തെ കോർഡിനേറ്റർ രമ്യയാണ്. ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ചേർന്നിട്ടുള്ളത്. അപ്പോൾ വാഹനവും ത്തിനായിട്ട് 60,000 രൂപയും ലാപ്ടോപ്പിന് വേണ്ടിയിട്ടാണ് 31,500 രൂപയും ഞാൻ അടച്ചത്. ഞാനും വാഹനത്തിന് വേണ്ടിയിട്ട് 60,000 രൂപയാണ് അടച്ചിട്ടുള്ളത്. SBIയിലാണ് അടച്ചിട്ടുള്ളത്. പിന്നെ അതുമാത്രമല്ല, അവർ പഠിക്കാൻ വേണ്ടിയിട്ട് ലൈസൻസ് ആക്കാൻ വേണ്ടിയിട്ട് പകുതി പൈസ ഞങ്ങൾക്ക് ഇതായിട്ട് തരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? 3 പേരും, ആര്യ, സൗമ്യ, ഷീബ. ഞാൻ വിശ്വസിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മലപ്പുറത്തെ കോർഡിനേറ്റർ രമ്യ എന്ന് പറഞ്ഞത് അടുത്തൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവൾ മുഖാന്തരമാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്നും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഓരോ ജില്ലയിലും ബ്ലോക്ക് തലത്തിലും ഇതുപോലൊരു വലിയ പദ്ധതി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആൾ വേണമെന്നുള്ള രീതിയിലായിരുന്നു എന്നെ ആദ്യം സമീപിച്ചിട്ടുണ്ടായത്. അപ്പോൾ അവളോടുള്ള വിശ്വാസം കൊണ്ട് ഈ പദ്ധതിയെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ണൂർ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് അനന്തകൃഷ്ണൻ എന്ന വ്യക്തി ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ DPM ആയ രാജാമണിയും ഈ പരിപാടിയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടി നമ്മൾ കണ്ടു, അതിലൂടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അങ്ങനെയാണ് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇതിലൊരു പ്രൊമോട്ടറായിട്ട് ഞാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇതൊരു ശരിയായ രീതിയിലേക്കല്ല ഇതിൻ്റെ പോക്ക്, ഒരു തട്ടിപ്പാണോ എന്നുള്ളൊരു സംശയം മനസ്സിൽ വന്നു തുടങ്ങി. അപ്പോൾ അതിനെതിരെ ഞാൻ അവരുടെ അടുത്ത് ശക്തമായിട്ട് പ്രതിഷേധിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ അതിൻ്റെ അകത്ത് ഈ സീഡ് സൊസൈറ്റിയിൽ നിന്ന് ഞാൻ ഒഴിവാകുകയോ ചെയ്തത്. അപ്പോൾ അതിനു മുന്നേ അത്രയും വിശ്വാസമായ CSR ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസ്, അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ജില്ലകളിൽ കൊടുത്തിട്ടുള്ള വീഡിയോസ്. ആ സമയത്ത് ഞാനൊരു 10 പേരാണ് നമ്മളുണ്ടായത്. അപ്പോൾ ആ 6 ലക്ഷം 60,000 വെച്ച് 10 പേര് ചേരുമ്പോൾ 6 ലക്ഷം ഞാൻ 10 പേരെ മാത്രമേ ചേർത്തുള്ളൂ. എനിക്ക് ആദ്യം ഒരു വിശ്വാസം ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ആരെയും അങ്ങനെ അങ്ങോട്ട് പോയിട്ട് സമീപിച്ചിട്ടില്ല. അപ്പോൾ എൻ്റേത് ഇല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവായി. അപ്പോൾ എനിക്ക് നമ്മുടെ 10 പേരുടെ പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നം ഇതിപ്പോൾ ഈ ഫെബ്രുവരിയിലാണല്ലോ പ്രശ്നമായത്. അപ്പോൾ അതിന് മുന്നേ തന്നെ പിന്നെ മയിൽ പോലീസ് സ്റ്റേഷനിൽ ഇതൊരു തട്ടിപ്പാണെന്നും അതുകൊണ്ട് നമ്മൾ അടച്ച പൈസ തിരിച്ചു തരണമെന്നും പറഞ്ഞിട്ട് മയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ പോലീസ് സ്റ്റേഷനിൽ FIR കേസോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ DPMനെയോ കോർഡിനേറ്ററോ ഒന്നും വിളിപ്പിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ചു. ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മളെ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു, നമ്മളെ 10 പേരുടെ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവർ
ഓക്കെ റീഫണ്ടിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. റീഫണ്ടിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷേങ്കിൽ റീഫണ്ട് ഇതുവരെയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിട്ടില്ല. അതിൽ 3 പേര് എന്നേരം ഈ സീഡിനെ വിശ്വസിച്ചുകൊണ്ട് റീഫണ്ടിന് തയ്യാറായിട്ടും ഉണ്ടായിട്ടില്ല. ഈ അനന്തകൃഷ്ണനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനടക്കാന്ന് 10 പേര് പൈസ തട്ടിപ്പാണെന്ന് തോന്നാൻ എന്താണ് ഒരു സംശയം ജനിക്കാൻ ഒരു കാരണം എന്താണ്? അനന്തകൃഷ്ണനെ ഞാൻ 2 പ്രാവശ്യമാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്. ഒന്ന് കണ്ണൂർ ഫസ്റ്റത്തെ പ്രോഗ്രാമിലും, പിന്നെ സെക്കൻഡ് ടൈം ശ്രീകണ്ഠാപുരത്ത് വെച്ചിട്ട് നമുക്ക് സ്കൂട്ടിയുടെ ഒരു വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ നമ്മുടെ ഇരിക്കൂർ സീഡിലെ അതായത് 750 പേര് അന്ന് അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ. അപ്പോൾ അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി. ഇതിൽ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ മലപ്പട്ടം പ്രദേശത്തും മയിൽ ഭാഗത്തും ഒക്കെ ഒരുപാട് പേര് ഇതേപോലെ പൈസ കൊടുത്തതായിട്ട് അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാദ്യം നവംബറിൽ നമ്മുടെ ഇരിക്കൂർ സീഡിൽ മാത്രം 800 പേരാണ് വാഹനത്തിന് മാത്രം പൈസ അടച്ചിട്ടുള്ളത്. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ ഏതെങ്കിലും MLA-മാരോ അങ്ങനെ ഏതെങ്കിലും നേതാക്കൾ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് അനന്തു പറയുകയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതിന് രാഷ്ട്രീയക്കാരുമായിട്ടുള്ളൊരു ഇത് നമ്മളറിവില്ലായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് എത്തിയിട്ടില്ല. ഇപ്പം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയിൽ നിന്ന് മാത്രമാണ് അതൊക്കെ അറിയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ആ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഈ ചങ്ങാതിക്ക് ഒരു കോർപ്പറേറ്റ് ഫണ്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി ആകെ അക്കൗണ്ടിൽ 3 കോടി രൂപ മറ്റേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് മുന്നോട്ട് നിങ്ങൾ എങ്ങനെ പോകാനാണ് ആഗ്രഹിക്കുന്നത്, ആലോചിക്കുന്നത്? ആര്യ സൗമ്യ ശിവ. എങ്ങനെയെങ്കിലും ആ പൈസ തിരിച്ചു കിട്ടണം എന്നാണ് ഞങ്ങളെ ഇത് പ്രതികരിക്കുക. അല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. എങ്ങനെയെങ്കിലും മാക്സിമം ആ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങണം എന്നാണ് തീരുമാനിച്ചത്. ഞങ്ങളെ കേസ് ഇപ്പം മയിൽ സ്റ്റേഷനിൽ പോയിട്ട് കേസ് എടുക്കുന്നില്ല. ഒരു കേസ് എടുത്ത ഒരു സ്ലിപ്പെങ്കിലും തരണ്ടേ, അത് ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഓക്കെ, അതെനിക്ക് തോന്നുന്നു അതെല്ലാം ഒരു ക്രൈംബ്രാഞ്ചിന് വിടാനാണ് അവരുടെ തീരുമാനം. ആ കേസ് ഇനി 1-2 ദിവസത്തിനുള്ളിൽ ആ കേസ് എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വാർത്ത നമുക്ക് ഒരിക്കൽ കൂടി ചെയ്യാം. പ്രോമിസറി നോട്ട് കാര്യങ്ങളെല്ലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അല്ല പറഞ്ഞോളൂ. അതെ, ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. 500 രൂപ നമ്മൾ അതിനായിട്ട് ഫീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വ്യക്തിക്ക്. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പ്രോമിസറി സൈൻ ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ശ്രീകണ്ഠാപുരത്തുണ്ടായിരുന്നു. 500 രൂപ വെച്ചിട്ട് ഒരാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ഒരു ദിവസം കൊണ്ട് അയാൾക്ക് ഒരു 10-11 ലക്ഷം രൂപയോളം അയാൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല. ഇപ്പോൾ DPM ആയ രാജാമണിക്ക് മാത്രമേ അത് ആരാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിപ്പോൾ ആരാണെന്നും അയാൾക്കും എതിരെ ഒരു കേസ് നടപടി ഉണ്ടാവണമെന്നാണ് അത് നമ്മളുടെ ആവശ്യം. അതായത് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള വെറും ഒരു A4 ഷീറ്റിൽ പ്രിന്റ് എടുത്തിട്ടാണ്. മുദ്ര പേപ്പറിലായിരിക്കും പോലും പ്രോമിസറി പൊതുവെ ഉണ്ടാവുക. അതൊക്കെ എന്നുള്ളത് കൂടി നമുക്ക് അറിയാൻ സംശയമുണ്ട്. അതുകൊണ്ട് അയാൾക്കെതിരെയും തീർച്ചയായിട്ടും നടപടി വേണം. ആര്യ സോമേഷ്, നിങ്ങളെ പോലെ ആയിരക്കണക്കിന് യുവതികളെയാണ്, സ്ത്രീകളെയാണ് ഇവർ പറ്റിച്ചിരിക്കുന്നത്. എന്തായാലും രാജാമണി DPM-നെതിരെയും നടപടി വേണം എന്നാണ് നിങ്ങളുടെ ആവശ്യം. തീർച്ചയായിട്ടും മയിൽ പോലീസ് കേസെടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഒരു പക്ഷേ ഇനിയിപ്പോൾ അത് ക്രൈംബ്രാഞ്ചിന് കൈവിടുന്ന ഘട്ടത്തിൽ കേസ് മറ്റുള്ളവർ ഏറ്റെടുക്കും. പക്ഷേ എന്നാലും പരാതി വന്നാൽ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മയിൽ പോലീസ് സ്റ്റേഷനിൽ അത് അന്വേഷിക്കണം. ഇവർ പരാതി കൊടുത്തു, പരാതി ന്യായമാണ്, എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ചതിന് ശേഷം അവർക്ക് നീതി നടപ്പാക്കാൻ, നീതി ലഭ്യമാക്കാൻ വേണ്ടുന്നതെല്ലാം നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുക്കാവുന്നതാണ്. അർജുൻ കല്യാൺ. 24 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വെച്ചാണ് അനന്തകൃഷ്ണൻ പ്രധാനമന്ത്രിയെ കണ്ടത്. അനന്തുവിനും സായിഗ്രാമം അധികൃതർക്കും സ്പെഷ്യൽ ബ്രാഞ്ച് പാസ് അനുവദിച്ചിരുന്നു.
പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ BJP നേതാക്കളൊപ്പം ഉണ്ടായിരുന്നില്ലെങ്കിലും സായിഗ്രാമം അധികൃതർക്ക് അവസരം ലഭിച്ചത് BJP നേതൃത്വത്തിന്റെ അറിവോടെ എന്നാണ് വിവരം. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ സായിഗ്രാമത്തിന്റെ അനന്തകുമാറിനോട് ചോദിച്ചപ്പോൾ അനന്തകുമാർ പറഞ്ഞത് AN രാധാകൃഷ്ണൻ വഴിയല്ല തനിക്ക് പാസ് കിട്ടിയത് എന്നാണ്, തനിക്ക് നേരിട്ടുള്ള ബന്ധമാണ് എന്നാണ്. പക്ഷേ BJPയുടെ സംസ്ഥാന നേതൃത്വം കരുതുന്നത് അങ്ങനെ ആവാൻ വഴിയില്ല, BJPയിലെ ചില നേതാക്കൾ വഴിയായിരിക്കാം പാസ് ലഭിച്ചത് എന്നാണോ ലഭിക്കുന്ന വിവരം? BJP ക്യാമ്പിൽ AN രാധാകൃഷ്ണന്റെയൊക്കെ ഇടപെടൽ അതൃപ്തിയുണ്ടോ VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, തീർച്ചയായും 2024 ഫെബ്രുവരി മാസത്തിൽ യൂത്ത് കോൺഗ്രസ് എറണാകുളത്ത് നടന്നിരുന്നു. യുവമോർച്ച സംഘടിപ്പിച്ച പരിപാടിയാണ്. ആ പരിപാടി നടക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് ഈ സായിഗ്രാമൻ ടീമിന് കിട്ടുന്നത്. ആനന്ദകൃഷ്ണനും ആനന്ദകുമാറിനും അനന്തു കൃഷ്ണനും ഒക്കെ കിട്ടുന്നത്. അങ്ങനെ കിട്ടണമെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അവർ നേരിട്ട് അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. രണ്ട്, കേരളത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അനുമതി കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള റെക്കമെൻഡേഷനും നിർബന്ധമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം കേരളത്തിൽ പാർട്ടി പരിപാടിക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റുകൾ ലഭ്യമാവുക പാർട്ടി റെക്കമെൻഡേഷൻ പ്രകാരമുള്ള ആളുകൾക്ക് മാത്രമാണ്. അത് ഏത് നേതാവാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ അറിയേണ്ടത്. കാരണം 2024 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഏറ്റവും അടുത്ത റീസെൻ്റായി നടന്നൊരു പരിപാടിയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തെ ആരൊക്കെ കാണണം, അദ്ദേഹത്തിന് ഏതൊക്കെ അപ്പോയിൻമെൻറ്റുകൾ കിട്ടണം എന്ന കാര്യത്തിൽ കൃത്യമായി സംസ്ഥാന നേതൃത്വത്തിന് അറിവും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പാസിൻ്റെ കോപ്പിയും അന്നത്തെ ഫോട്ടോയും സഹിതം ആനന്ദകുമാറും അനന്തു കൃഷ്ണനുമുള്ള ഫോട്ടോ സഹിതം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, ആ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വലിയ തട്ടിപ്പിൻ്റെ ചുരുളുകളാണ് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറത്തുവരുന്ന ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പലനാൾ കള്ളന്മാരും കള്ളികളും ഒരു നാൾ പിടിയിൽ എന്ന് ആൽബർട്ടോ ഫെല്ലിനി പറയുന്നു. അരാഷ്ട്രീയത വളരുകയും ആവർത്തിക്കുകയും ചെയ്യുന്ന നാട്ടിൽ ഇത്തരം പറ്റിക്കപ്പെടൽ സ്വാഭാവികമാണെന്നൊരു പ്രേക്ഷകൻ പറയുന്നു. പ്രിയപ്പെട്ട മലയാളി സ്ത്രീകളെ, നിങ്ങളോടൊരു അപേക്ഷയുണ്ട് എന്ന് അഹമ്മദ് കബീർ പറയുന്നു. ഓഫർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വർണ്ണമൊക്കെ കാണിച്ചു വരുമ്പോൾ നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടരുത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കരുതി തന്നിരിക്കണം. ഓഫർ തട്ടിപ്പുകൾ തുടരും. ഭാഗ്യാന്വേഷികളുടെ സമൂഹത്തിൽ ഇത്തരം തട്ടിപ്പുകാർക്ക് കുടയുമായി രാഷ്ട്രീയ നേതാക്കൾ കൂടി എത്തുന്നു എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ആസൂത്രണ മികവുള്ള തട്ടിപ്പാണ്. 1000 കോടിയിലധികം വരും തട്ടിപ്പിൻ്റെ വ്യാപ്തി.